സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽ പാളയം അവസാന ഭാഗം. ആ കുമാരേട്ടൻ്റെ ചായക്കട അതു പറഞ്ഞില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞും വായിച്ചും താനൊരു ധീരനായകനാണെന്ന് തന്നെ വിൻസെൻറ്റിന് തോന്നി തുടങ്ങിയിരുന്നു. ഇപ്പോൾ പഴയ പത്രങ്ങളെല്ലാം വീണ്ടും മറച്ചു നോക്കിയും വായിച്ചും അവൻ്റെ കണ്ണുകൾ ഒരു ചെറിയ ഫോട്ടോയ്ക്ക് മുന്നിൽ തങ്ങി നിന്നു. സീമയുടെ പടം. അതിലേക്ക് നോക്കിയിരിക്കെ താൻ ഏതോ വീരപുരുഷനാണെന്ന അഹന്തയുടെ ബാഹ്യാവരണങ്ങൾ താനേ ഉരുകി വീഴുന്നത് അവൻ അറിഞ്ഞു. അവളായിരുന്നു തൻ്റെ ശക്തിയും ബുദ്ധിയും പ്രചോദനവുമെല്ലാം. അവളില്ലെങ്കിൽ താൻ ഈ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു ചാടുകയില്ലായിരുന്നു. അവളുടെ പണവും ബുദ്ധിശക്തിയും ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഒരിടത്തും എത്തുകയില്ലായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫീച്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടി സീമ തന്നെ കാണാൻ വന്നത് അയാൾ ഓർമ്മിച്ചു. അതായിരുന്നു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തുടക്കം. അവിടെ മുതൽ തൻ്റെ ഓരോ നീക്കത്തിനു പിന്നിലും അവളുടെ പ്രേരണയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. താൻ തളർന്നു പോയപ്പോഴെല്ലാം അവൾ താങ്ങി നിർത്തുകയും ധൈര്യം പകരുകയും ചെയ്തു. വീരപുരുഷനൊന്നുമല്ല താൻ, കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. ജീവനൊഴികെ മറ്റെല്ലാം നഷ്ടപ്പെടുകയും ഒടുവിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. ഒരന്തിമ ശ്രമമെന്നോണം ജീവൻ മരണ പോരാട്ടം നടത്തുകയേ വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ സീമയ്ക്ക്, അവൾക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനുണ്ടായിരുന്നു? ബന്ധങ്ങൾ, സമൂഹത്തിലും കുടുംബത്തിലും അവൾക്കുള്ള സൽപ്പേരും കീർത്തിയും, അവളുടെ ജോലിയും ഭാവി ജീവിതവും, അതുവരെയുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ എല്ലാം പണയപ്പെടുത്തിക്കൊണ്ടാണ് വിജയിക്കുമോ എന്ന് തീർച്ചയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അവൾ തയ്യാറായത്. ആ ധൈര്യത്തിനും സന്നദ്ധതയ്ക്കും മുമ്പിൽ താൻ ഒന്നുമല്ലെന്ന് അവന് തോന്നിപ്പോയി. നിസാരൻ. ആ പടം അച്ചടിച്ച പത്രം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ സെല്ലിനുള്ളിൽ നീണ്ടു നിവർന്നു കിടന്നു. പണം എണ്ണി ലക്കൻ സിംഗിനെ ഏൽപ്പിച്ചുകൊണ്ട് സീമ പറഞ്ഞു, ലക്കൻ സിംഗിനെ തരാൻ വിൻസെൻ്റ് ഏൽപ്പിച്ചിരുന്ന പണമാണിത്. തീപ്പൊള്ളലേറ്റ പോലെ രാം ലക്കൻ അത് സീമയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങില്ല. ഞാനല്ല ലക്കൻ സിംഗ് തരുന്നത്, സൗജന്യവുമല്ല. നിങ്ങളുടെ ജോലിക്ക് വിൻസെൻ്റ് തരാമെന്നേറ്റ പ്രതിഫലമാണ്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? കോടതിയിൽ സാക്ഷിയായി വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ വീണ്ടും വരേണ്ടി വന്നേക്കാം. പക്ഷേ അതിനു മാസങ്ങൾ തന്നെ കഴിയും. ഈ പണം ഞാൻ മറ്റേ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. രാംലക്കൻ പറഞ്ഞു. അദ്ദേഹം ജയിലിലാണല്ലോ. എന്നാലും ജയിലിൽ നിന്ന് ഉടനെ തുറന്നു വിടുമല്ലോ. ഉടനെ ഉണ്ടാകുമോ എന്നറിയില്ല. ചിലപ്പോൾ വൈകിയേക്കും. ചില നിയമതടസ്സങ്ങൾ മാറിക്കിട്ടണം. അതുവരെ ഞാൻ ആ ലോഡ്ജിൽ തന്നെ താമസിക്കും. എനിക്ക് ചെലവിനുള്ള പണം തന്നാൽ മതി. 1000-ഓ 2000-ഓ രൂപ. എൻ്റെ പ്രതിഫലത്തിൽ നിന്ന് പിന്നീടത് കുറവ് ചെയ്യാം. അതൊന്നും വേണ്ട. ലക്കൻ സിംഗിന് വിൻസെൻ്റ് പുറത്തിറങ്ങുന്നത് വരെ താമസിക്കണമെങ്കിൽ അതാവാം. അതിൻ്റെ ചിലവ് ഞങ്ങൾ വഹിക്കും സന്തോഷത്തോടെ. എനിക്ക് സാറിൻ്റെ മുഖം ഒന്ന് കാണണ്ടേ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക്. പ്രത്യേകിച്ചും കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നല്ലോ ഇവിടെ എത്തും വരെ. അദ്ദേഹം ഒരാളെ കൊന്ന കുറ്റത്തിന് ജയിലിലായിരുന്നുവെന്നോ തൂക്കിലിടാനുള്ള ശിക്ഷാവിധി കിട്ടിയിട്ടുണ്ടെന്നോ ജയിലിൽ ചാടിയതാണെന്നോ എന്നോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ വിൻസെൻറ്റിനെ സഹായിക്കുമായിരുന്നോ? അദ്ദേഹം നിരപരാധിയാണെന്ന് വിശ്വസിക്കുമായിരുന്നോ? അത് തീർച്ച പറയാൻ പറ്റില്ല. ആട്ടെ, താങ്കളായിരുന്നു വിൻസെൻറ്റിൻ്റെ സ്ഥാനത്തെങ്കിൽ സത്യം തുറന്നു പറയുമായിരുന്നോ? എനിക്ക് പരാതിയില്ലല്ലോ പെങ്ങളെ. അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമേയുള്ളൂ. ഇവിടുത്തെ ഭാഷ എനിക്കറിയാൻ വയ്യ. എന്നാലും പത്രത്തിൽ എൻ്റെ പടം കണ്ടപ്പോൾ ഞാനും ഒട്ടും മോശക്കാരനല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്കിപ്പോൾ അഭിമാനമേയുള്ളൂ. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇതും പറഞ്ഞ് 1 മാസക്കാലം എനിക്ക് ഞെളിഞ്ഞു നടക്കാം. സീമ രാംലക്കന് താമസിക്കാൻ ഒരു ലോഡ്ജ് റൂം ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. വിൻസെൻറ്റിൻ്റെ മോചനവും കാത്ത് അയാൾ അവിടെ തന്നെ കഴിഞ്ഞു. മുളങ്കര ടൗൺ. തെരുവിലെമ്പാടും വമ്പിച്ച പുരുഷാരം. പോലീസ് വാനിൽ നിന്ന് ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും ഇറങ്ങിയപ്പോൾ ജനക്കൂട്ടം ആഘോഷമായി കൂക്കുവിളികൾ മുഴക്കി. തെളിവെടുപ്പിനായി അവരെ കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം ജനക്കൂട്ടം പിന്തുടർന്നു ചെന്നു. ഔസേപ്പച്ചൻ്റെ വീട്, റിയൽ എസ്റ്റേറ്റ് ഓഫീസ്, വർക്ക് ഷോപ്പ്, സെബാസ്റ്റ്യൻ്റെ വീട്, ബ്ലേഡ് കമ്പനി, റോസ്മേരിയുടെ വീട്, ജഡം ചുട്ടുകരിച്ച തിരുത്തേൽ പാലം എന്നിവിടങ്ങളിൽ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. കോയമ്പത്തൂരിൽ നിന്ന് നാഗരാജനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന കാറും സെബാസ്റ്റ്യൻ ഉപ്രഹള്ളിയിലേക്ക് ഒളിച്ചു കടന്ന കാറും ക്രൈംബ്രാഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കോയമ്പത്തൂരിൽ പോയി നാഗരാജൻ്റെ തിരോധാനത്തെപ്പറ്റി അന്വേഷണം നടത്തി. മുളങ്കര പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ട നാഗരാജൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് കൂടുതൽ പരിശോധനകൾക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 15 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും 15 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ആവശ്യപ്പെടുകയും ചെയ്തു.
പോലീസ് കേസിൻ്റെ അന്വേഷണം കർണാടകയിലേക്കും രാജസ്ഥാനിലേക്കും കൂടി വ്യാപിപ്പിച്ചു. വിശദമായ അന്വേഷണങ്ങൾക്കും നാഗരാജിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് ടെസ്റ്റുകൾക്കും ശേഷം 1997 നവംബർ 24 സെബാസ്റ്റ്യൻ്റെ കാറിൽ വെച്ച് ചുട്ടുകരിക്കപ്പെട്ടത് കോയമ്പത്തൂർ സ്വദേശി നാഗരാജ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കുറ്റം സമ്മതിച്ച പ്രതികൾ നാഗരാജിനെ ചുട്ടുകരിക്കുന്നതിന് മുമ്പ് നാഗരാജിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി ഏറ്റുപറഞ്ഞു. ക്രൈംബ്രാഞ്ച് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ റോസ്മേരിയെ കൊലപ്പെടുത്തിയതും തങ്ങളാണെന്ന് പ്രതികൾ സമ്മതിക്കുകയുണ്ടായി. പക്ഷേ ഈ 2 കൊലപാതകങ്ങളെയും സംബന്ധിച്ച യാതൊരു തെളിവുകളും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് പോലീസിനെ വല്ലാതെ കുഴക്കി. ഔസേപ്പച്ചൻ തെളിവുകളെല്ലാം വളരെ സമർത്ഥമായി നശിപ്പിച്ചിരുന്നു. ഡിവൈഎസ്പി ജോഷി ജോൺസ് സീമയോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. പ്രതികൾക്കെതിരെ കോടതിയിൽ ഹാജരാക്കാൻ തെളിവുകളൊന്നും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല. ലോക്കൽ പോലീസ് കേസന്വേഷിച്ചപ്പോൾ വിട്ടുകളഞ്ഞ പല തെളിവുകളും പിന്നീട് കാലഹരണപ്പെട്ടു പോവുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടല്ലോ ജോഷിച്ചായ, അതൊന്നും തെളിവല്ലല്ലോ. കോടതിയിൽ കുറ്റം നിഷേധിച്ചാൽ പോരെ? സെബാസ്റ്റ്യൻ്റെ കുറ്റസമ്മതം അടങ്ങിയ വീഡിയോ ടേപ്പ് അവർക്കെതിരെ തെളിവല്ലേ? ഒരു കുറ്റകൃത്യത്തിൻ്റെ വീഡിയോ ടേപ്പ് തെളിവായി അംഗീകരിക്കുന്നത് പോലെയല്ല കുറ്റസമ്മതത്തിൻ്റെ വീഡിയോ ടേപ്പ്. 4-5 പേർ ചേർന്ന് ഭീഷണിപ്പെടുത്തിയും ദേഹോപദ്രവമേൽപ്പിച്ചും കുറ്റം സമ്മതിച്ചതാണെന്ന് പ്രതിക്ക് വാദിക്കാമല്ലോ. അപ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് ആ വീഡിയോ ടേപ്പ് TV ചാനലിന് കച്ചവടമാക്കിയത് മാത്രമാണ് അതുകൊണ്ടുണ്ടായ ലാഭം. അതൊരു വമ്പിച്ച ലാഭം തന്നെയാണല്ലോ. ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും ഈ കേസിൽ നിന്ന് തലയൂരിപ്പോരുമെന്നാണോ ജോഷിച്ചായൻ പറയുന്നത്? തെളിവില്ല മോളെ. സെബാസ്റ്റ്യന് വേണ്ടി മുന്തിരിത്തോട്ടം വാങ്ങിയതും ഡോബിയാക്കി കാനിൽ കോട്ടാസ്റ്റോൺ ക്വാറി ഏർപ്പാടാക്കിയതും അവിടെ അയാളെ ഒളിവിൽ താമസിപ്പിച്ചതും ഔസേപ്പച്ചനല്ലേ? സെബാസ്റ്റ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഔസേപ്പച്ചൻ അറിയാമായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? വ്യാജപ്പേരിലാണല്ലോ അതെല്ലാം വാങ്ങിയതും ബിസിനസ് നടത്തിയതും മറ്റും. നിയമത്തിൻ്റെ തലനാരിഴ കീറി വരുമ്പോൾ ആ തെളിവുകളൊക്കെ അപ്രധാനങ്ങളായി മാറും. കോടതിക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ വേണം. കൊലപാതകത്തിന് ദൃക്സാക്ഷികളുണ്ടോ? കൊലയാളിക്ക് കൊലപാതകം നടത്തേണ്ട ആവശ്യകത തെളിയിക്കപ്പെടുന്നുണ്ടോ? കൊല നടക്കുന്ന സമയത്ത് പ്രതി സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നോ? പ്രതി കൊല്ലാനുപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ടോ? പ്രതിയുടെ വിരൽപ്പാടോ വസ്ത്രഭാഗമോ തലമുടി നാരോ കൊലപ്പെട്ടയാളിൻ്റെ ദേഹത്തു നിന്നോ പരിസരത്തു നിന്നോ കണ്ടെടുത്തിട്ടുണ്ടോ? ശക്തമായ സാഹചര്യ തെളിവുകളുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ സെബാസ്റ്റ്യൻ്റെ മൊഴി മാത്രം മതിയല്ലോ. അയാളാണ് ദൃക്സാക്ഷി. അയാളാണ് 2 കൊലപാതകത്തിലും പങ്കാളി. കോടതിയിൽ അയാൾ കുറ്റമേറ്റു പറയുകയും ഔസേപ്പച്ചൻ്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന വിധം മൊഴി നൽകുകയും ചെയ്താൽ അതിനപ്പുറം വേറെ തെളിവ് വേണോ? സെബാസ്റ്റ്യൻ കോടതിയിൽ കുറ്റസമ്മതം നടത്തുമെന്ന് എന്താണ് ഉറപ്പ്? അയാളെ ജാമ്യത്തിലിറക്കാനും കേസ് വാദിക്കാനും അയാളുടെ ബന്ധുക്കളുണ്ടാവും. അല്ലെങ്കിൽ ഔസേപ്പച്ചൻ തന്നെ അയാളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇതൊന്നുമല്ലെങ്കിൽ തന്നെ സ്വയം രക്ഷ നോക്കി അയാൾ കുറ്റം നിഷേധിക്കാനാണ് സാധ്യത. കീഴടങ്ങിയ സമയത്ത് കുറ്റബോധം കൊണ്ട് സകല തെറ്റുകളും ഏറ്റുപറഞ്ഞതൊന്നും കണക്കാക്കണ്ട. സീമയ്ക്ക് അത് കേട്ടപ്പോൾ നിരാശയായി. 2 ദിവസത്തിന് ശേഷം കേട്ട മറ്റൊരു വാർത്ത സീമയെ നടുക്കിക്കളഞ്ഞു. കേസിൻ്റെ അന്വേഷണങ്ങൾക്കായി പോലീസ് ഔസേപ്പച്ചനെയും സെബാസ്റ്റ്യനെയും കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുമ്പോൾ സെബാസ്റ്റ്യൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി മരിച്ചു എന്നതായിരുന്നു ആ വാർത്ത. ജോഷി വരാൻ കാത്തിരിക്കുകയായിരുന്നു സീമ. സെബാസ്റ്റ്യൻ്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ജോഷിച്ചായൻ എത്തണം. പത്രത്തിൽ നിന്ന് കിട്ടിയ ന്യൂസ് സെബാസ്റ്റ്യൻ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്നത് മാത്രമായിരുന്നു. ജോഷി വന്നപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. സീമ ഉടൻ അയാളുടെ മുമ്പിലെത്തി. സംഗതി ശരിയാണ്, ജോഷി പറഞ്ഞു. പക്ഷേ വീണതൊന്നുമല്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള പോലീസുകാരോട് അയാൾ പറഞ്ഞു ടോയ്ലറ്റിൽ പോകണമെന്ന്. ഒരു കോൺസ്റ്റബിൾ അയാളെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി. ബോഗിയുടെ വാതിൽ തുറന്നു പിടിച്ച് ആരോ പുറംകാഴ്ച കണ്ട് നിൽപ്പുണ്ടായിരുന്നു. കൈവിലങ്ങ് വെച്ചിരുന്നത് കൊണ്ട് പ്രതി ചാടിക്കളയുമെന്നൊന്നും കോൺസ്റ്റബിൾ വിചാരിച്ചില്ല. ട്രെയിൻ നല്ല വേഗതയിലുമായിരുന്നു. എന്നിട്ട് സീമ ഉദ്വിഗ്നയായി. എന്നിട്ടെന്താ? ചങ്ങല വലിച്ച് വണ്ടി നിർത്തി. പോലീസ് ചെന്ന് നോക്കുമ്പോൾ ട്രാക്കിനരികിൽ തല പൊട്ടിച്ചിതറി എല്ലുകൾ ഒടിഞ്ഞു കിടക്കുന്ന ഡെഡ് ബോഡിയാണ് കണ്ടത്. അയാൾ കർച്ചീഫ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പൊപ്പി. ഞാനൊന്ന് കുളിക്കട്ടെ, ഭയങ്കര ക്ഷീണം. ജോഷി അയാളുടെ മുറിയിലേക്ക് പോയി. കുളിയും ഭക്ഷണവും കഴിഞ്ഞ് അയാൾ സീമയുടെ മുറിയിലെത്തി. സീമ ആശങ്കാകുലയായിരുന്നു. ഇനി എന്തു ചെയ്യും ജോഷിച്ചായ? അവൾ ചോദിച്ചു. എന്തായാലും സെബാസ്റ്റ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് വിൻസെൻറ്റിൻ്റെ കേസിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഔസേപ്പച്ചനെതിരെയുള്ള കേസ്, അതിലെ കൂട്ടുപ്രതിയും പ്രധാന സാക്ഷിയുമെല്ലാം സെബാസ്റ്റ്യൻ ആയിരുന്നല്ലോ.
ഔസേപ്പച്ചന് ഇതൊരു വൻ വിജയമാണ്. സെബാസ്റ്റ്യൻ്റെ മരണം അയാൾക്കെതിരെയുള്ള ചാർജ് ദുർബലപ്പെടുത്തും. ഔസേപ്പച്ചനെതിരെയുള്ള കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. സെബാസ്റ്റ്യൻ മരിച്ച നിലയ്ക്ക് അതൊരു തെളിവായി എടുത്തുകൂടെ? അയാൾ മരിച്ചതോടെ ആ കൺഫെഷന് യാതൊരു വാലിഡിറ്റിയും ഇല്ലെന്നായി. ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് മൊഴി നൽകാമായിരുന്നു. നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത അയാളുടെ കുറ്റസമ്മതം സത്യസന്ധമാണെന്നും യാതൊരുവിധ പ്രേരണയോ ഭീഷണിയോ അതിനു പിന്നിൽ ഇല്ലെന്നും. ഇനി ആ വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ സെബാസ്റ്റ്യൻ്റേത് ഫ്രീ വിൽ കൺഫെഷൻ ആയിരുന്നല്ലോ. വീഡിയോ ടേപ്പിൽ അത് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല സീമേ. പ്രതി പോലീസിന് കൊടുക്കുന്ന കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിന് പോലും വിലയില്ല. പ്രതി സ്വമേധയാ കുറ്റസമ്മതം നടത്തുന്നുണ്ടെങ്കിൽ അത് പ്രേരണയോ ഭയമോ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലോ കൂടാതെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്നാണ് നിയമം. എങ്കിലേ ഫ്രീ വിൽ കൺഫെഷനായി അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇനിയിപ്പോൾ ഔസേപ്പച്ചന് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുണ്ടല്ലോ. ഉണ്ട്. താനല്ല സെബാസ്റ്റ്യനാണ് നാഗരാജിനെയും റോസ്മേരിയെയും കൊന്നതെന്നും അതിൽ തനിക്ക് എന്തെങ്കിലും പങ്കോ മനസ്സറിവോ ഇല്ലെന്നും അയാൾക്ക് വാദിക്കാം. അയാൾ സെബാസ്റ്റ്യനെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസും ഇതോടെ ദുർബലമായി. കാരണം പരാതിക്കാരനില്ല. അയാൾ മരിച്ച സ്ഥിതിക്ക് ഔസേപ്പച്ചനെതിരെ ആര് മൊഴി കൊടുക്കും? വിൻസെൻറ്റും സെബാസ്റ്റ്യനും കൂടി ചേർന്ന് അയാൾക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് അതെന്നു പോലും അയാൾക്ക് സ്ഥാപിക്കാം. യഥാർത്ഥ പ്രതികളായ വിൻസെൻറ്റും സെബാസ്റ്റ്യനും കൂടി ചേർന്നാണ് നാഗരാജനെ കൊല ചെയ്തതെന്നും സെബാസ്റ്റ്യനെ നാടുകടത്തി രക്ഷിക്കുകയായിരുന്നു അതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്നും നനച്ചിരിക്കാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിൻസെൻ്റ് തടവ് ചാടിപ്പോയി സെബാസ്റ്റ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ഔസേപ്പച്ചന് സ്ഥാപിക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ ഔസേപ്പച്ചനെതിരെ ഊഹാപോഹങ്ങളും സംശയങ്ങളുമല്ലാതെ വേറെ തെളിവൊന്നും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. വിൻസെൻറ്റിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമോ ജോഷിച്ചായ? വിൻസെൻറ്റിൻ്റെ കേസിന് രണ്ടാമതൊരു അന്വേഷണവും ട്രയലും ഒന്നുമില്ലല്ലോ. CRPC 300 വകുപ്പ് അനുസരിച്ച് ഒരു ട്രയൽ മാത്രമേയുള്ളൂ. എക്സിനെ Y കൊന്നു. ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമേ കോടതി നോക്കൂ. തെളിയിക്കപ്പെട്ടെങ്കിൽ ശിക്ഷിക്കും. അതിന്മേൽ അപ്പീലല്ലാതെ വേറൊരു ട്രയലും പണിഷ്മെൻറ്റും ഇല്ല. ഞാൻ ചോദിച്ചത് സെബാസ്റ്റ്യൻ്റെ മരണം വിൻസെൻറ്റിൻ്റെ മോചനത്തെ തടസ്സപ്പെടുത്തുമോ എന്നാണ് ജോഷിച്ചായ. അതിന് സാധ്യതയില്ല. ഗവൺമെൻറ് വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. വിൻസെൻറ്റിനെ വിട്ടയക്കേണ്ട എന്നാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനമെങ്കിലോ ജയിൽ ബ്രേക്കിങ്ങിന് കേസും ശിക്ഷയുമില്ലേ? അത് ജയിലിൽ കഴിഞ്ഞ 3.5 വർഷത്തിൽ നിന്നും തട്ടിക്കിഴിക്കാൻ വകുപ്പുണ്ട്. വിട്ടയക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിലേക്ക് വീണ്ടും ഒരു റിവ്യൂ പെറ്റീഷൻ വയ്ക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ട ഒരു നിരപരാധിക്ക് നീതി കിട്ടണമെന്ന് വാദിക്കാം. ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന് ഇൻഹറൻ്റ് ജൂറിസ്ഡിക്ഷൻ പവർ ഉപയോഗിച്ച് വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാം. കീഴ്ക്കോടതികൾക്ക് പറ്റിയ തെറ്റ് സ്വമേധയാ തിരുത്താനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. എനിക്ക് ആകപ്പാടെ ഒരു അശുഭലക്ഷണം പോലെ തോന്നുന്നു സെബാസ്റ്റ്യൻ്റെ മരണം. അങ്ങനെയൊന്നുമില്ല. വിൻസെൻറ്റിനെ ഏതാനും ദിവസങ്ങൾക്കകം വിട്ടയക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഔസേപ്പച്ചൻ മിക്കവാറും ജാമ്യത്തിൽ പോകാനും സാധ്യതയുണ്ട്. സീമയുടെ മുഖത്ത് അപ്പോഴും ആശങ്ക ബാക്കി നിന്നു. കല്ലിങ്കൽ ദേവസിയാച്ചനും പീറ്ററും ജോമോനും ചെല്ലുമ്പോൾ വിജി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഔസേപ്പച്ചൻ അറസ്റ്റിലായ ശേഷം ഇത് 3-ാം തവണയാണ് അവർ അവളെ കാണാൻ ചെല്ലുന്നത്. ചെന്നപ്പോഴൊക്കെയും അവർ അവളെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ അവൾ എങ്ങും പോവുകയില്ലെന്ന് വാശി പിടിച്ചു നിന്നു. ഇന്ന് അപ്പനും ആങ്ങളമാരും കൂടി തങ്ങളാലാവും വിധം അവളെ നിർബന്ധിച്ചു. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല, എന്നെ ആരും കൊണ്ടുപോകാൻ നോക്കുകയും വേണ്ട, വിജി തീർത്തു പറഞ്ഞു. അവളുടെ സ്വരത്തിലെ തണുത്ത കാഠിന്യം ഭയപ്പെടുത്തുന്നതായിരുന്നു. അവളുടെ മുഖത്ത് ഒരു തരം മരവിപ്പ് തങ്ങി നിന്നിരുന്നു. നീ ഇവിടെ തനിച്ച് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടായതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ കാണണം. തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ പോരെ? ജോമോൻ ചോദിച്ചു. പോരാ, ഞങ്ങൾ എന്തായാലും അവനെ ജാമ്യത്തിലിറക്കാൻ നോക്കുകയാ. നല്ല ഒന്നാന്തരം വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്, ദേവസ്യാച്ചൻ പറഞ്ഞു. എന്നാ പോക്കിരിത്തരം കാണിച്ചവനാണേലും നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ മോളുടെ ഭർത്താവായി പോയില്ലേ? വക്കീൽ പറഞ്ഞത് ഔസേപ്പച്ചനെതിരെയുള്ള ഒരു കേസും നിലനിൽക്കത്തില്ലെന്നാ. ആ പള്ളിത്താഴത്ത് സെവാൻ ട്രെയിനിൽ നിന്ന് ചാടി ചത്തത് വലിയ ഉപകാരമായി. ഇനി എവിടാ തെളിവ്? ഔസേപ്പച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വാദിച്ച് ജയിക്കാമെന്നാണ് വക്കീൽ പറയുന്നത്. ദേവസ്യാച്ചൻ്റെ ഉത്സാഹത്തോടെയുള്ള വിശദീകരണം വിജിയിൽ യാതൊരു വികാരവും ഉളവാക്കിയില്ല. ജാമ്യത്തിനുള്ള വഴിയൊക്കെ വക്കീൽ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരുദോഷമൊക്കെ കുറേ കഴിയുമ്പോൾ ആൾക്കാരങ്ങ് മറക്കും. നീ എന്താ ഒന്നും പറയാത്തേ?
ഞാൻ എന്താ പറയണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു സന്തോഷമില്ലല്ലോ. ഇല്ലാത്ത സന്തോഷം അഭിനയിക്കണോ ഞാൻ? ഔസേപ്പച്ചനും നിനക്കും വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. രൂപ എത്ര ലക്ഷം ചിലവായാലും വേണ്ടില്ല, അവനെ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോരണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഒരു ശവപ്പെട്ടി തയ്യാറാക്കി വെച്ചാൽ ഉപകാരം. ദേവസിക്കുട്ടിയും ആൺമക്കളും ഒന്നും മനസ്സിലാകാത്ത പോലെ പരസ്പരം നോക്കി. വിജി അവരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഔസേപ്പച്ചൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം കോടതി തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമായിരുന്നു. കല്ലിങ്കൽ ദേവസിയാച്ചനും ആൺമക്കളും ഔസേപ്പച്ചന് ജാമ്യം കിട്ടിയാൽ കൂട്ടിക്കൊണ്ടുപോകാൻ ജീപ്പുമായി എത്തിയിരുന്നു. ഔസേപ്പച്ചന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായപ്പോൾ അവർ പരസ്പരം നോക്കി ആശ്വാസം നിശ്വാസം പൊഴിച്ചു. തൻ്റെ അഡ്വക്കേറ്റിനോടൊപ്പം ഔസേപ്പച്ചൻ കോർട്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദേവസിയാച്ചൻ അടുത്ത് ചെന്ന് ഔസേപ്പച്ചനോട് പറഞ്ഞു, ഞങ്ങൾ വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിന്? ഞാൻ പറഞ്ഞോ വണ്ടി കൊണ്ടുവരാൻ. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്താ ഔസേപ്പച്ച ഇങ്ങനെ? ക്രൈംബ്രാഞ്ച് പോലീസ് ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ മകളെ സമീപിച്ചപ്പോൾ എനിക്കെതിരെ അവളെക്കൊണ്ട് തെളിവ് കൊടുപ്പിച്ചില്ലേ നിങ്ങൾ? ഔസേപ്പച്ചൻ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ മനസാവാച അറിയാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെന്തിനാ ജാമ്യത്തിന് വക്കീലിനെ ഏർപ്പാടാക്കിയത്? വക്കീൽ ഫീസ് ഞാൻ കൊടുത്തോളാം. നിങ്ങളിനി നിങ്ങളുടെ മകളുടെ കാര്യം നോക്കിയാൽ മതി. അവൾ എന്ത് ചെയ്തെന്നാ? നീ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അവൾ. ഞങ്ങൾ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോലും വരാതെ. അവളുടെ കാത്തിരിപ്പ് ഇന്നുകൊണ്ട് തീരും. പള്ളിത്താഴത്ത് സെബാൻ ഏതൊക്കെ ടെലിഫോൺ നമ്പറിൽ നിന്ന് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് കുറിച്ചു വെച്ച ഡേറ്റും സമയവും സഹിതം അവൾ ക്രൈംബ്രാഞ്ച് പോലീസിന് കൈമാറിയിരിക്കുന്നു. അത് പിന്നെ പോലീസുകാർ അവളെ വിരട്ടിയപ്പോൾ പീറ്റർ അർത്തോക്തിയിൽ നിർത്തി. വിരട്ടിയാൽ പറയുന്നവളാണോ അവൾ? അല്ലെന്ന് എനിക്കറിയാം. പായിപ്പാട്ട് വിന്നി എങ്ങനെയാ സെബാൻ പോയ വഴികൾ കണ്ടുപിടിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകള് അവന് ചോർത്തി കൊടുത്ത ടെലിഫോൺ നമ്പറുകൾ മുഖേന. ഭർത്താവിൻ്റെ കൂടെ ജീവിതം, നന്ദിയും കൂറുവും പൂർവ്വകാമുകനോട്. സ്വന്തം ഭർത്താവിനെ പോലീസിനും പൂർവ്വകാമുകനും ഒറ്റിക്കൊടുത്ത ആ വഞ്ചകി ഇന്നു മുതൽ എൻ്റെ ഭാര്യയല്ല. കൊല്ലേണ്ടതാ ഞാൻ അവളെ. വേറെ 2 കൊലക്കേസിൽ പ്രതിയായതുകൊണ്ടും ജാമ്യത്തിലായതുകൊണ്ടും ഞാനത് ചെയ്യുന്നില്ല. നിന്നെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഔസേപ്പച്ച. ഔസേപ്പച്ചൻ ദേവസിയാച്ചൻ ദീനസ്വരത്തിൽ പറഞ്ഞു. കാമുകൻ്റെ കൂടെ ഒരു രാത്രി ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞ മകളെയല്ലേ നിങ്ങളെനിക്ക് കല്യാണം കഴിപ്പിച്ച് തന്നത്? നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ആ സത്യം? ഞാനീ പറഞ്ഞതും എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണോ? ദേവസിയാച്ചൻ്റെ മുഖം വിളറിപ്പോയി. അയാൾ പീറ്ററേയും ജോമോനെയും നോക്കി. അവർ ആർക്കും മുഖം കൊടുക്കാതെ അങ്ങിങ്ങ് നോക്കി നിൽക്കുകയാണ്. പോട്ടെ, കാണാം. കോടതിയിൽ ഔസേപ്പച്ചൻ കോടതി വളപ്പിലൂടെ അവന് വേണ്ടി കാത്തുകിടന്ന വക്കീലിൻ്റെ കാറിനടുത്തേക്ക് നടന്നുപോയി. ദേവസിയാച്ചനും പീറ്ററും ജോമോനും മടക്കത്തിൽ ഔസേപ്പച്ചൻ്റെ വീട്ടിലെത്തി. വിജിയോട് ഉടൻ തന്നെ വേഷം മാറി തങ്ങളോടൊപ്പം പോരാൻ ആവശ്യപ്പെട്ടു. വിജി വഴങ്ങിയില്ല. നിന്നെ ഇവിടുന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോകും, പീറ്റർ പറഞ്ഞു. എൻ്റെ ശവം മാത്രമേ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകൂ, വിജി കല്ലിച്ച സ്വരത്തിൽ പറഞ്ഞു. നീ ഔസേപ്പച്ചനെതിരെ പോലീസിൽ തെളിവ് കൊടുത്തോ? സെബാൻ അവനെ വിളിച്ച ഫോൺ നമ്പർ ചോർത്തി പായിപ്പാട്ട് വിന്നിക്ക് കൊടുത്തോ? മനുഷ്യനും ചെന്നായും കഴുകനും സർപ്പവും എല്ലാം കൂടി ചേർന്ന് ജനിപ്പിച്ച ആ സത്വത്തിനെതിരെ ഇതുവരെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എടി, നീ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? എനിക്ക് ബോധമുണ്ട്. ബോധമില്ലാതെ 3.5 കൊല്ലം ജീവിച്ചത് എൻ്റെ അപ്പനും ആങ്ങളമാരുമാണ്. എടി, നീ അവനെതിരെ പോലീസിൽ തെളിവ് കൊടുത്തെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ ഇവിടെ വന്ന് എന്തൊക്കെ ബഹളമുണ്ടാക്കുമെന്നറിയില്ല, പീറ്റർ പറഞ്ഞു. എന്നെ കൊല്ലാനുള്ള ധൈര്യം കാണില്ല, അത്രയും മതി. അഥവാ എന്നെ കൊന്നാൽ നിങ്ങളുടെ മകളുടെ ഭർത്താവായിരുന്നവനല്ലേ എന്ന പരിഗണനയിൽ പോട്ടെന്ന് വെക്കുമോ? അതോ അയാൾക്കെതിരെ കേസിന് പോകുമോ? ആദ്യം പറഞ്ഞതിനാണ് സാധ്യത അല്ലേ? പറയുന്ന കേൾക്ക് മോളെ, ദേവസിയാച്ചൻ ധർമ്മസങ്കടത്തോടെ പറഞ്ഞു. തൽക്കാലം നീ ഞങ്ങളുടെ കൂടെ വാ. അവൻ്റെ ദേഷ്യമെല്ലാം ഒന്ന് ആറി തണുത്തിട്ട് വേണേൽ ഇങ്ങോട്ട് തിരിച്ചു പോരാ. നാളെ വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇന്ന് ഔസേപ്പച്ചൻ ജാമ്യം കിട്ടി വരുന്ന ദിവസമല്ലേ? സ്വീകരിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഈയൊരു രാത്രി കൂടെ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞോട്ടെ. എന്നാൽ ജോമോനും കൂടി ഇവിടെ നില്ലടാ, പീറ്റർ പറഞ്ഞു. വേണ്ട, ഇവിടെ എനിക്ക് ആരും കൂട്ടുവേണ്ട. അവനിവിടെ നിന്നാലെന്താ? വേണ്ടി ചായ, ഔസേപ്പച്ചൻ വരുമ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ. ഇല്ലെങ്കിൽ ഔസേപ്പച്ചന് ദേഷ്യം കൂടും. ഔസേപ്പച്ചൻ്റെ സ്വഭാവം നിങ്ങളെക്കാൾ എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. മോളെ, ദേവസിയാച്ചൻ അടുത്തു വന്നു. നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞേക്ക്, നമുക്ക് ഈ ബന്ധം വേർപെടുത്തിയേക്കാം. എനിക്ക് ആരുടെ കൂടിയാണ് ജീവിക്കാൻ ഇഷ്ടമുള്ളതെന്ന് 3.5 വർഷം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങളത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു.
ഇനി ഈ ബന്ധം വേർപെടുത്താൻ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ വേർപെടുത്തിക്കൊള്ളാം. നീ എങ്ങനെ വേർപെടുത്തും? ഈ താരിച്ചരട് പൊട്ടിപ്പോയാൽ തീരുന്ന ബന്ധമല്ലേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ദേവസ്യാച്ചനോ പീറ്ററിനോ ജോമോനോ അതിൻ്റെ പൊരുൾ എന്തെന്നും മനസ്സിലായില്ല. വൈകുന്നേരം 3 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. വിവിധ ജോലികൾക്കായി സെല്ലുകളിൽ നിന്നും പുറത്തേക്ക് പോയിരുന്ന തടവുപുള്ളികൾ തിരിച്ചെത്തുന്നത് നോക്കി വിൻസെൻ്റ് തൻ്റെ തടവറയുടെ അഴികൾക്കരികെ ഇരിക്കുകയായിരുന്നു. ഹെഡ് വാർഡൻ സെല്ലിന് മുമ്പിലേക്ക് തിടുക്കത്തിൽ നടന്നു വന്നു. അയാൾ സെല്ലിൻ്റെ അഴിവാതിൽ താക്കോലിട്ട് തുറന്നു. നിന്നെ സൂപ്രണ്ട് വിളിക്കുന്നു, വാർഡൻ അറിയിച്ചു. എന്താ? എന്നോടൊന്നും പറഞ്ഞില്ല. വിൻസെൻ്റ് ഹെഡ് വാർഡൻ്റെ പിന്നാലെ ജയിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് നടന്നു. സൂപ്രണ്ട് ഒരു കടലാസം കയ്യിൽ പിടിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിൻസെൻ്റ് ചെന്നതും അയാൾ ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. വിൻസെൻ്റ് ഹൃദയമിടിപ്പ് വർദ്ധിച്ചു, ശ്വാസഗതി ഏറി. സൂപ്രണ്ട് അവൻ്റെ നേർക്ക് കൈ നീട്ടി. കൺഗ്രാജുലേഷൻസ്, നിൻ്റെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട്. ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിന്നെ. ബാക്കിയൊന്നും വിൻസെൻ്റ് കേട്ടില്ല. ആരുടെയോ നിലവിളികൾ, അടക്കിയ തേങ്ങലുകൾ, ദീനരോദനങ്ങൾ, അട്ടഹാസങ്ങൾ, തടവറയിലെ ഉറക്കമില്ലാത്ത രാവുകളിൽ നിരന്തരം വേട്ടയാടുന്ന പേക്കിനാവുകളുടെ ആരവം, മനസ്സിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞു കിടന്ന തൂക്കുമരത്തിൻ്റെ നിഴൽ, എല്ലാം കൂടി ഒന്നിച്ചിരമ്പിയാർത്ത് അവനെ ബധിരനും അന്ധനുമാക്കി കളഞ്ഞു. ജയിലിൻ്റെ പ്രവേശന കവാടം വരെ ഡെപ്യൂട്ടി വാർഡൻ അവനെ അനുഗമിക്കുകയുണ്ടായി. വലിയ ജയിൽ ഗേറ്റിൽ തന്നെയുള്ള വിക്കറ്റ് ഗേറ്റ് തുറക്കപ്പെട്ടു. വിൻസെൻ്റ് തൻ്റെ മുന്നിലെ തുറന്ന ലോകത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവൻ്റെ കണ്ണഞ്ചിക്കൊണ്ട് ഫോട്ടോ ഫ്ലാഷുകൾ മിന്നിപ്പൊലിഞ്ഞു. റിലീസിംഗ് ഡേറ്റ് ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നതിനാൽ രാവിലെ മുതൽ പത്രലേഖകരും ഫോട്ടോഗ്രാഫർമാരും അവനെ കാത്തു നിൽക്കുകയായിരുന്നു. ഓരോരുത്തരിലൂടെയും കടന്നുപോയ അവൻ്റെ കണ്ണുകൾ നീരജയെയും ജോഷിയെയും കടന്ന സീമയിൽ എത്തി തങ്ങി നിന്നു. അവൾ ഇരു കൈയും ഉയർത്തിപ്പിടിച്ച് അവനെ അഭിവാദ്യം ചെയ്തു. വിൻസെൻ്റ് അവിടെ തന്നെ നിന്നുപോയി. സീമ ജോഷിയെ ഒന്ന് നോക്കി, പിന്നെ വേഗം വിൻസെൻറ്റിൻ്റെ അടുത്തേക്ക് വന്നു. വിൻസെൻ്റ് 1-2 ചുവട് മുന്നോട്ട് വെക്കുമ്പോഴേക്കും അവൾ തൊട്ടു മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സീമ അവൻ്റെ നേർക്ക് കൈ നീട്ടി. അവളുടെ മിഴികൾ ആനന്ദാധിക്യത്താൽ നിറഞ്ഞു തുളുമ്പി. വിൻസെൻറ്റിൻ്റെ കണ്ണുകളിലും ആനന്ദബാഷ്പം നിറഞ്ഞു. എന്തെങ്കിലും ഒരു വാക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് വിൻസെൻറ്റിന് അത് കഴിഞ്ഞില്ല. അവളുടെ നീട്ടപ്പെട്ട വലതു കൈത്തല അവൻ ദുർബലമായി പിടിച്ചമർത്തി. വിന്നിച്ചായ, ഒച്ചയില്ലാത്ത ഒരു തേങ്ങലായിപ്പോയി അത്. അടുത്ത നിമിഷം അവൻ അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അപ്പോഴും ഏതാനും ഫോട്ടോ ഫ്ലാഷുകൾ മിന്നിപ്പൊലിഞ്ഞു. ജോഷി ജോൺസ് ചൂണ്ടുവിരൽ ഉയർത്തി തല ചൊറിഞ്ഞുകൊണ്ട് ആരെയോ തിരയുന്ന മട്ടിൽ അങ്ങിങ്ങ് നോക്കി. പിന്നെ ജീപ്പിനടുത്തേക്ക് നടന്നു. രാംലക്കൻ സിംഗ് താമസിക്കുന്ന ലോഡ്ജിലേക്കാണ് വിൻസെൻ്റ് ആദ്യം പോയത്. വിൻസെൻറ്റിനെ കണ്ടതും 2 കൈയും വിടർത്തി അയാൾ പാഞ്ഞു വന്ന് അവൻ്റെ ഇരുഭുജങ്ങളിലും ആഞ്ഞടിച്ചു. അവസാനം എല്ലാവരെയും പറ്റിച്ച് ചാടിപ്പോന്നു അല്ലേ? ലക്കൻ സിംഗ് അവനെ കെട്ടിപ്പിടിച്ചു. വീണ്ടും തെല്ലകന്നു നിന്ന് സന്തോഷത്തോടെ അവനെ ഉറ്റുനോക്കി. എന്നോട് എന്തെല്ലാം കള്ളങ്ങളാണ് അവിടെ വെച്ച് പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. സോറി, ഞാൻ അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. വേണ്ട വേണ്ട, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കുകയൊന്നും വേണ്ട. ഇത്രയൊക്കെ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു പരിഭവമൊന്നുമില്ല, നന്ദിയേയുള്ളൂ. ജയ്പൂരിൽ എത്രയോ ലക്ഷം മനുഷ്യരുണ്ടായിരുന്നു. എന്നിട്ടും ഈ വലിയ ദൗത്യത്തിന് നിങ്ങൾ എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത്. എനിക്കതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഈശ്വരനോട് ധൈര്യമായി മാപ്പ് ചോദിക്കാം. അവസാനം ഇങ്ങനെയൊരു പുണ്യകർമ്മം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഭഗവാൻ. അതുമായി തട്ടിക്കിഴിച്ച് എല്ലാം മാപ്പാക്കി തന്നുകൂടെ എന്ന്. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ കിട്ടും. രാംലഖനെ എനിക്ക് സ്നേഹിതനായിട്ട് ലഭിച്ചത് ഒരു മഹാഭാഗ്യം തന്നെയായിരുന്നു. മുൻപേ പറഞ്ഞ പോലെ ജയ്പൂരിൽ എത്രയോ ലക്ഷം മനുഷ്യരുണ്ടായിരുന്നു. വേറെ എത്രയോ കാർ ബ്രോക്കർമാരുണ്ടായിരുന്നു. ദൈവം തന്നെയാണ് രാംലഖനെ എൻ്റെ മുന്നിൽ എത്തിച്ചു തന്നത്. നിങ്ങളില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നില്ല രാംലഖൻ. ഒരിടത്തും നിങ്ങൾ അറച്ചു നിന്നില്ല. നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് പോലും ആലോചിച്ചില്ല. ഒരു പക്ഷേ നിങ്ങൾ പോലീസ് പിടിയിലാകാനും ജയിലിൽ പോകാനും സാധ്യതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഔസേപ്പച്ചൻ്റെ കൈകൊണ്ട് നിങ്ങൾ കൊല്ലപ്പെട്ടേനെ. അതൊന്നും വകവയ്ക്കാതെ വേണ്ട സമയത്ത് ധൈര്യപൂർവ്വം വേണ്ടതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു. ഇതിലും വലിയ ഒരു പിന്തുണ ആരിൽ നിന്നും എനിക്ക് കിട്ടാനില്ല. രാംലഖൻ നല്ലപോലെ ചിരിച്ചു. കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞത്? അയാൾ സീമയോടും നീരജയോടുമായി പറഞ്ഞു. നിങ്ങളുടെ പത്രത്തിൽ എൻ്റെ പടവും വാർത്തയും ഒക്കെ വന്നു, ശരി തന്നെ. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് വേറെ ആരും തരാനില്ല. എനിക്ക് സന്തോഷമായി. ഇത്രയും നാൾ ഇവിടെ താമസിച്ചതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായില്ലേ? വിൻസെൻ്റ് ചോദിച്ചു.
അടുത്ത വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 കത്തും അയച്ചു. പത്രത്തിൽ വന്ന എൻ്റെ പടവും ന്യൂസും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. എന്നാലും ഇത്രയും നാൾ കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ജയിലിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് മാസങ്ങൾ കഴിഞ്ഞല്ലേ ഇറങ്ങാനൊക്കൂ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതൊന്നും വലിയ പ്രശ്നമല്ല. പുറപ്പെടാൻ തയ്യാറായി പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു ലക്കൻ സിംഗ്. വിൻസെൻറ്റിനെ ഒന്ന് കാണുക, പോവുക, അത്രയുമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. വിൻസെൻറ്റിൻ്റെ റിലീസിംഗ് ഡേറ്റ് നേരത്തെ അറിയാൻ പറ്റിയതിനാൽ സീമയ്ക്ക് രാംലക്കനുള്ള ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യാൻ കഴിഞ്ഞു. അവർ രാംലക്കനെ യാത്ര അയക്കാനായി റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. പ്ലാറ്റ്ഫോമിൽ വെച്ച് വിൻസെൻ്റ് ഒരു കവർ രാംലക്കനെ ഏൽപ്പിച്ചു. രാംലക്കന് കാര്യം മനസ്സിലായി. ഇതെനിക്ക് വേണ്ട, അയാൾ പറഞ്ഞു. കരാർ വെച്ചതും തുക ഇത്ര തരണം എന്ന് പറഞ്ഞതുമൊക്കെ ശരി തന്നെ. പക്ഷേ കരാർ അനുസരിച്ചാണെങ്കിൽ നിങ്ങളെ നാട്ടിലെത്തിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ മടങ്ങേണ്ടിയിരുന്നു. ഞാനിവിടെ താമസിച്ച വകയിൽ രൂപ എത്രയായി? ഈ കുട്ടി എൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ കുറച്ച് പണം തരികയും ചെയ്തിരുന്നു. അതൊന്നും സാരമില്ല, ഇത് വാങ്ങണം രാംലക്കൻ. ഇല്ല, ഞാനിത് വാങ്ങിയാൽ വെറും ഒരു വാടക കൊണ്ടേ പോലെ ആയിപ്പോകും. കൂലി പറഞ്ഞുറപ്പിച്ച് തല്ലാനും കൊല്ലാനും നടന്നിട്ടുണ്ട് ഞാൻ പണ്ട്. ഇത് കൂലിത്തല്ലല്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ ഒരു കൂലിക്കാരനാക്കി എൻ്റെ വില കുറച്ച് കളയല്ലേ സാർ. എൻ്റെ സന്തോഷം നശിപ്പിക്കല്ലേ. ഇത് കൂലിയല്ല രാംലക്കൻ. വ്യവസ്ഥയനുസരിച്ച് ഞാൻ തരാനുള്ള പണവുമല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാപത്തിൽ സ്വന്തം ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരനുള്ള സമ്മാനം. നിങ്ങളുടെ അനുജൻ നിറഞ്ഞ ഹൃദയത്തോടെ ഒരു സമ്മാനം തന്നാൽ നിങ്ങളത് വാങ്ങിക്കില്ലേ? രാംലക്കന് ഒന്നും പറയാനില്ലാതായി. അയാളുടെ കയ്യിലേക്ക് വിൻസെൻ്റ് പൊതി വെച്ചു കൊടുത്തു. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും സുഹൃത്തുക്കളോടും പറയണം, ഇവിടെ നിങ്ങൾക്കൊരു സഹോദരനുണ്ടെന്ന്. രാംലക്കൻ്റെ കണ്ണിലൊരു ജലപാളി തിളങ്ങി. വിൻസെൻറ്റിൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയും, ജയ്പൂരിൽ എനിക്കറിയാവുന്ന സകലരോടും. 1 മാസത്തേക്ക് ഒരു പണിയും ഞാൻ ചെയ്യില്ല. നിങ്ങളെ ആദ്യം കണ്ടതു മുതൽ പിരിഞ്ഞത് വരെയുള്ള കഥ പറച്ചിലായിരിക്കും എൻ്റെ ആ പ്രധാന തൊഴിൽ. ഒടുവിൽ ആളുകൾ പറയും, രാംലക്കൻ, ഭഗവാനെ ഓർത്ത് നിങ്ങളിതൊന്ന് നിർത്ത്. 101ാമത്തെ തവണയാണ് ഞങ്ങളിത് കേൾക്കുന്നത്. സീമയും നീരജയും അത് കേട്ട് ചിരിച്ചു. രാംലക്കന് പോകാനുള്ള ട്രെയിൻ എത്തി. ലഖൻ സിംഗ് വിൻസെൻറ്റിൻ്റെ കയ്യിൽ പിടിച്ചു. നിങ്ങളിനി എന്നെങ്കിലും ജയ്പൂരിലേക്ക് വരുമോ? ഒരുപക്ഷെ ഇനി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടെന്ന് വരില്ല അല്ലേ? വിൻസെൻ്റ് എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ രാംലക്കൻ തടഞ്ഞു. വേണ്ട, എനിക്കറിയാം. വരാം, കാണാം എന്നൊക്കെ യാത്ര പറഞ്ഞ് എത്രയോ പേര് എൻ്റെ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് നടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി കാണുമെന്ന് പറയണ്ട, വല്ലപ്പോഴും ഓർത്താൽ മതി. വടക്കൊരു പട്ടണത്തിൽ രാംലക്കൻ എന്നൊരുത്തൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വിൻസെൻ്റ് അയാളുടെ കൈ പിടിച്ചമർത്തി. നിങ്ങളെ എനിക്ക് മറക്കാൻ കഴിയുമോ ലക്കൻ സിംഗ്? ഒരിക്കലുമില്ല. വിൻസെൻറ്റിൻ്റെ സ്വരം അല്പം ഇടറിയിരുന്നു. വരട്ടെ സഹോദരി. രാംലക്കൻ സീമയുടെ നേർക്ക് കൈകൂപ്പി. സീമ തിരിച്ചു കൈകൂപ്പി. നിങ്ങളുടെ കല്യാണം എന്നെ അറിയിക്കണം. വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ദുർഗാക്ഷേത്രത്തിൽ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ കഴിപ്പിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ. സീമയുടെ മുഖം തുടുത്തു. അവൾ നീരജയെ ഇടം കണ്ണിട്ട് നോക്കി കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണ്. അവൾ വിൻസെൻറ്റിനെയും നോക്കി. രാംലക്കൻ പിരിഞ്ഞു പോകുന്നതിൻ്റെ വികാര വായ്പിലാണ് കക്ഷി. കല്യാണം മാത്രം പോരാ, ആദ്യത്തെ കുഞ്ഞു പിറക്കുമ്പോഴും അറിയിക്കണം. രാംലക്കൻ കൂപ്പിയ കൈയെടുത്ത് പ്ലാറ്റ്ഫോമിലിരുന്ന ബാഗ് പൊക്കി. സീമ പലതവണയായി ഷോപ്പിംഗ് നടത്തിയപ്പോൾ അയാൾക്ക് വാങ്ങിക്കൊടുത്ത സമ്മാനങ്ങളും മറ്റുമായിരുന്നു ബാഗിനുള്ളിൽ. രാംലക്കൻ സിംഗ് ട്രെയിനിൽ കയറി. കൂടെ വിൻസെൻറ്റും കയറി. അയാളുടെ ബെർത്തും സീറ്റും കണ്ടുപിടിച്ചു കൊടുത്തു. ട്രെയിനിൽ നിന്ന് ഇറങ്ങും മുമ്പ് രാംലക്കൻ വിൻസെൻറ്റിനെ ആശ്ലേഷിച്ചു. ദൈവം നിങ്ങളെ ഇനിയും അനുഗ്രഹിക്കും, രാംലക്കൻ പറഞ്ഞു. നന്ദി, ശുഭയാത്ര. വിൻസെൻ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ നീങ്ങി തുടങ്ങി. വിൻസെൻ്റ്, സീമയും നീരജും പ്ലാറ്റ്ഫോമിൽ നിന്ന് കൈ വീശി. ട്രെയിനിൻ്റെ വാതിൽക്കൽ നിന്ന് രാംലക്കനും കൈവീശി. ട്രെയിൻ അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. രാജകൊട്ടാരങ്ങളുടെ നഗരത്തിലേക്ക്. ജസ്റ്റിൻ വർക്ക്ഷോപ്പിലെ പണി കഴിഞ്ഞ് എത്തിയിട്ടില്ല. സൂസമ്മ കട്ടിലിരുന്ന് തനിയെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയാണ്. ആനി കുട്ടിക്ക് നഴ്സറി പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഊൺമുറിയിൽ ഇരിക്കുകയായിരുന്നു. അമ്മേ! വാതിൽക്കൽ നിന്നും ഒരു വിളിയൊച്ച. സൂസമ്മയുടെ പ്രാർത്ഥന നിലച്ചു. കയ്യിലിരുന്ന കൊന്തമണികൾ നിശ്ചലമായി. ഒരു നിമിഷത്തേക്ക് ആനിയും കാതോർത്തു. ആനി ചേച്ചി! പിടഞ്ഞെണീറ്റ ആനിയുടെ മടിയിൽ നിന്നും ചോറുപാത്രം താഴെ വീണു. ചിരപരിചിതമായ ആ വിളിയൊച്ചയുടെ ഉറവിടം തേടി ആനി വരാന്തയിലേക്ക് ഇറങ്ങി. വോൾട്ടേജ് ഇല്ലാതെ തീരെ മങ്ങി പ്രകാശിച്ചു കൊണ്ടിരുന്ന ലൈറ്റിൻ്റെ വെട്ടത്തിലും അവൾ അവനെ തിരിച്ചറിഞ്ഞു. വിന്നിച്ചൻ. ആനി ഒരു നിമിഷം സ്തബ്ധയായി നിന്നു.
എൻ്റെ മോനെ, നീയാണോടാ ഇത്? ചോദിച്ചതും ആനി വാവിട്ട് കരഞ്ഞുപോയി. അവൾ അവൻ്റെ ഇരു ചുമലിലും പിടിച്ച മുഖത്തേക്ക് ഉറ്റുനോക്കി. പിന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ അവൻ്റെ കവിളുകളിൽ ഇരു കൈത്തലങ്ങളും അമർത്തി. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നു ചേച്ചി. ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മൾ ജയിച്ചു. ആനിക്ക് കരയുകയാണോ ചിരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അമ്മ എവിടെ? അമ്മ വിൻസെൻ്റ് മുറിയുടെ നേർക്ക് നീങ്ങി. ഏതോ വിദൂരതയിൽ നിന്നാണ് ആ വിളിയെന്ന് സൂസമ്മയ്ക്ക് തോന്നി. ഏതോ ഇരുട്ടിൽ നിന്ന്. കൈവിട്ടുപോയ കുഞ്ഞിൻ്റെ വിളിയൊച്ച പോലെ. അവർ തത്രപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേച്ച് വീഴാൻ പോയ അവരെ ബലമുള്ളൊരു കൈ താങ്ങി. അമ്മേ, തൻ്റെ മകൻ്റെ കൈകളിലാണ് താൻ. അവൻ്റെ മുഖമാണ് കൺമുമ്പിൽ. സൂസമ്മ ഇരു കൈകൊണ്ടും അവൻ്റെ മുഖം പിടിച്ചു. വീണ്ടും വീണ്ടും അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവരുടെ ചുണ്ടുകൾ വിറകൊണ്ടു. അമ്മേ, ഞാനാണിത്. മനസ്സിലായില്ലേ? വിന്നിച്ചൻ. സൂസമ്മയുടെ കണ്ണുകളിൽ നീർപ്പാളികൾ വന്നു മൂടി. കുഴഞ്ഞു പോകുന്ന ആ ശുഷ്കിച്ച ശരീരം വിൻസെൻ്റ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോനെ എന്നൊരു ശബ്ദമില്ലാത്ത കരച്ചിൽ അവരുടെ നെഞ്ചിൽ ആർത്തലച്ചുകൊണ്ടിരുന്നു. വിൻസെൻ്റ് അവരുടെ നരച്ച മുടിയിലേക്ക് മുഖം അർപ്പിച്ചു. നിറമിഴികളോടെ നോക്കി നിന്ന ആനി മുറ്റത്തു നിന്നും ഒരു സ്കൂട്ടറിൻ്റെ ഒച്ച കേട്ടു. ജസ്റ്റിനായിരുന്നു അത്. കൂടെ സ്റ്റാൻസ്ലാവോസും ഉണ്ടായിരുന്നു. മുൻപേ കയറി വന്ന ജസ്റ്റിൻ മുറിയിലെ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. സ്റ്റാൻസ്ലാവോസ് അവൻ്റെ പിന്നിലെത്തി. വിൻസെൻ്റ് പതുക്കെ മുഖം തിരിച്ചു നോക്കി. അവൻ കൈവിരൽ തുമ്പുകൊണ്ട് തൻ്റെ കണ്ണീർ തുടച്ചു. അമ്മയെ കട്ടിലിലേക്ക് താങ്ങിക്കിടത്തി. ജസ്റ്റിൻ്റെ അടുത്തു ചെന്ന് സ്തബ്ധനായി നിന്ന് അവൻ്റെ തോളത്തടിച്ചിട്ട് വിൻസെൻ്റ് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, മോനെ, ഞാനാടാ ഇത്, നിന്റെ വിന്നിച്ചായൻ. ജസ്റ്റിൻ്റെ കണ്ണിൽ ആനന്ദക്കണ്ണീർ നിറഞ്ഞു. വിൻസെൻ്റ് സ്റ്റാൻസ്ലാവോസിനെ നോക്കി. സ്റ്റാൻസ്ലാവോസ് പിശുക്കി ഒന്ന് മന്ദഹസിച്ചു. മുന്നോട്ട് ചെന്ന വിൻസെൻ്റ് അയാളെ ഗാഢമായി ആശ്ലേഷിച്ചു. അയാളുടെ മുഖത്ത് മൃദുവായി അടിച്ചിട്ട് ഗദ്ഗതത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് 2 ആൺമക്കളുണ്ടെന്നേ ഞാൻ ഇതുവരെ കരുതിയിട്ടുള്ളൂ. അമ്മ പ്രസവിച്ചില്ലെങ്കിലും ഒരു മകൻ കൂടി അമ്മയ്ക്കുണ്ടെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നടാ സ്റ്റെനി. അപ്പോൾ സ്റ്റാൻസ്ലാവോസ് ചെറുന്നനെ ചിരിച്ചു. ആത്മഹർഷത്തിൻ്റെ ചിരി. ഔസേപ്പച്ചൻ വിജിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് ബോൾട്ടിട്ടു. അയാളിപ്പോൾ വീട്ടിലെത്തിയതേയുള്ളൂ. അയാൾ വന്നപ്പോൾ വിജി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഔസേപ്പച്ചൻ നല്ല പോലെ മദ്യപിച്ചിരുന്നു. അയാൾ വിജിയെ കിടക്കയിലേക്ക് തള്ളി. അയാളുടെ മൃഗസമാനമായ പരാക്രമങ്ങൾക്ക് കീഴിൽ അവൾ ഒരു മൃതദേഹം പോലെ കിടന്നു. ഒടുക്കം അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ സർപ്പത്തിൻ്റെ കണ്ണിലെ തീരാപ്പകയോടെ പറഞ്ഞു, കൊല്ലേണ്ടതാണ് ഞാൻ നിന്നെ. ഈ സമയത്തായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. 2 കൊലപാതകത്തിനുത്തരം പറയേണ്ടി വരുന്നതുകൊണ്ട് മാത്രം. വിജി ഒന്നും മിണ്ടിയില്ല. പൂർവ്വകാമുകനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ ഒറ്റിക്കൊടുത്ത പിശാചിനി അല്ലേടി നീയ്? കൊല്ലുന്നെങ്കിൽ ഇപ്പോഴേ കൊന്നേക്ക്. ഒരു പിശാചിൻ്റെ കൈകൊണ്ട് ചാവുന്നതാ എൻ്റെ ആത്മാവിന് നല്ലത്. കൊല്ലാൻ മടിയുണ്ടായിട്ടല്ലടി. നിനക്ക് വേണ്ട മരണം ഞാൻ മനസ്സിൽ കരുതി വെച്ചിരുന്നതാ. 3ാമതൊരു കൊലപാതകം എൻ്റെ കഴുത്തിൽ മരണക്കുരുക്ക് വീഴാൻ കാരണമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെക്കുകയാ. ഔസേപ്പച്ചൻ അവളുടെ കഴുത്തിൽ നിന്നും വിരലുകൾ അയച്ചു. നീ വിചാരിച്ച് കാണും നിന്റെ പഴയ കാമുകനെ രക്ഷിച്ചിട്ട് എന്നെ തൂക്കിലേറ്റാമെന്ന്. ഈ നാട്ടിലെ നീതി നിയമം എന്നെ ഒരു ചുക്കും ചെയ്യില്ലടി. അതിനെ മറികടക്കാൻ പഠിച്ചവനാ ഔസേപ്പച്ചൻ. ദൈവങ്ങളും ചെറുത്താന്മാരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെയാ. അല്ലെങ്കിൽ പിന്നെ പള്ളിത്താഴത്ത് സെബാനെ തീവണ്ടിയെന്ന് താഴെ ചാടി മരിക്കാൻ തോന്നുമോ? അയാൾ അവളുടെ ഇരു ചെകിട്ടത്തും 4-5 ആവർത്തി അടിച്ചു. തോന്നുവോടി? വിജിയുടെ വായിൽ ചോര ചുവച്ചു. ഔസേപ്പച്ചൻ നല്ല അന്തസ്സായിട്ട് കേസ് കളിക്കുമടി. രോമത്തിന് പോലും കേടില്ലാതെ ഊരിപ്പോരുകയും ചെയ്യും. അത് കാണാനെങ്കിലും നീ ജീവിച്ചിരിക്കണം. ഇല്ല, അത് കാണാൻ ഞാൻ ഉണ്ടാവില്ല, വിജി മരവിച്ച സ്വരത്തിൽ പറഞ്ഞു. നിന്റെ പൂർവ്വകാമുകനെ റിലീസ് ചെയ്തിട്ടുണ്ട്, പായിപ്പാട്ട് വിന്നിച്ചനെ. അവനെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തൊക്കെ കളി കളിച്ചെന്ന് ഇപ്പോഴെനിക്കറിയാം. അറിയാൻ അല്പം വൈകിപ്പോയെന്നേ ഉള്ളൂ. തിന്നുന്ന ചോറിനോട് നന്ദിയും കൂറും ഉണ്ടോടി തെണ്ടിച്ചി നിനക്ക്. ഔസേപ്പച്ചൻ കലിപൂണ്ട് തലയിണയെടുത്ത് അവളുടെ മുഖത്തിട്ട് അമർത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ വിജി പിടഞ്ഞു തുടങ്ങിയപ്പോൾ അയാൾ തലയിണ മാറ്റി. ഇല്ല, ഒറ്റയടിക്ക് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടവളാണ് നീ. വിജി ശ്വാസം ഏങ്ങി വലിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ഔസേപ്പച്ചൻ ഒരു സിഗരറ്റ് കൊളുത്തി. അവനും രക്ഷപ്പെടില്ലടി നിന്റെ കാമുകൻ. അവൻ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. അവൻ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ. പിന്നെ ആ പത്രക്കാരി പെണ്ണും. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ചവിട്ടേറ്റ രാജവെമ്പാലയാ ഔസേപ്പച്ചൻ. ഇപ്പോഴത്തെ കേസൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ.
ഔസേപ്പച്ചൻ സിഗരറ്റ് പുക അവളുടെ കണ്ണിലേക്ക് ഊതി. അവനും അവൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അവൻ്റെ തറയും മണ്ണും കിടപ്പാടവും എൻ്റെ ലോക്കറിനുള്ളിൽ പണയം ഇരിപ്പുണ്ട്. അവൻ അന്തി ഉറങ്ങണമെങ്കിൽ കല്ലിങ്കൽ ദേവസ്യ സ്വന്തം വീട് ദാനം ചെയ്യണം. ഔസേപ്പച്ചൻ സേഫ് തുറന്ന് അതിനുള്ളിലെ ഒരു ഫയലിൽ നിന്നും ചില ഡോക്യുമെൻറ്റ്സ് എടുത്ത് വിജിയെ കാണിച്ചു. അവൻ്റെ വീടും പുരയിടവും ടൗണിലെ സ്ഥലവും പണയം വെച്ചതിൻ്റെ രേഖകളാ. പ്രോമിസറി നോട്ടുകൾ. ഔസേപ്പച്ചൻ ഇത് ഓരോന്നോരോന്നായിട്ട് ജപ്തി ചെയ്ത് മുതൽ കൂട്ടും. അയാൾ രേഖകൾ സേഫിനുള്ളിൽ വെച്ച് പൂട്ടി. ഇനി നിന്നോട് എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടോ. ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുക. നാളെ മുതൽ നിനക്ക് നിൻ്റെ പൂർവ്വകാമുകനോടൊപ്പം താമസിക്കാം. അതല്ലെങ്കിൽ കോട്ടയത്തെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സ്ഥിരമായി മുറിയെടുത്ത് വ്യഭിചരിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ വീട് ഇതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഒരു താലിച്ചരടിൻ്റെ ബന്ധമെങ്കിലും അവശേഷിക്കുന്നുണ്ടല്ലോ. ഔസേപ്പച്ചൻ കൈ നീട്ടി അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല വലിച്ചു പൊട്ടിച്ചു. ആ ബന്ധവും തീർന്നു. ഞാൻ പുറത്തുപോയി വരുമ്പോൾ നീ ഈ വീട്ടിലുണ്ടാവരുത്. ഉണ്ടായാൽ കല്ലിങ്കൽ ദേവസിക്കുട്ടിയുടെ വീട് വരെ എനിക്ക് നിന്നെ വലിച്ചിരിക്കേണ്ടി വരും. ഔസേപ്പച്ചൻ മുറിക്ക് പുറത്തു കടന്നു. ബെഡ്റൂമിന് തൊട്ടപ്പുറത്തെ ചെറിയ ഡ്രസ്സിംഗ് റൂമിൽ തിരിഞ്ഞു നിന്ന് അയാൾ ഇത്ര കൂടി പറഞ്ഞു. വാതിൽ പൂട്ടി താക്കോൽ വെന്റിലേഷനിൽ വെച്ചിരുന്നാൽ മതി. ഔസേപ്പച്ചൻ പുറത്തേക്ക് പോയി. രാത്രി മണി 11:30 കഴിഞ്ഞു. ഔസേപ്പച്ചൻ പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങി. വീട്ടിനുള്ളിൽ എല്ലായിടത്തും വെളിച്ചം. അയാൾ ആടി സിറ്റ് ഔട്ടിലേക്ക് കടന്നു. ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഹാളിൽ ആരുമില്ല. പക്ഷേ എല്ലായിടത്തും വെളിച്ചമുണ്ട്. എല്ലാ മുറികളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വിജി വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് സംശയമായി. കിച്ചണിലും ഊൺമുറിയിലും നോക്കി ആരുമില്ല. അയാൾ ബെഡ്റൂമിന് നേർക്ക് നീങ്ങി. അടച്ചിട്ടിരുന്ന ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നു. ചെറിയ ഇടനാഴി പോലെയുള്ള ആ റൂം ക്രോസ് ചെയ്ത് ബെഡ്റൂമിൻ്റെ വാതിൽക്കിലെത്തി. അടച്ചിരുന്ന വാതിൽ തുറന്നു. അതിനുള്ളിലും ആരുമില്ല. എന്തൊക്കെയോ വലിച്ചു വാരി കിടക്കയിൽ ഇട്ടിരിക്കുന്നു. മേശവലിപ്പുകൾ രണ്ടും താഴെ കിടക്കുന്നു. അലമാര തുറന്നിട്ടിരിക്കുന്നു. ടേപ്പ് റെക്കോർഡറുകൾ പാടുന്നുണ്ട്. ഏതോ പെർഫ്യൂമിൻ്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. 1-2 പെർഫ്യൂം ബോട്ടിലുകൾ ഉടഞ്ഞ് തറയിൽ കിടക്കുന്നു. ഒപ്പം മറ്റെന്തോ ഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. ഔസേപ്പച്ചൻ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു. അലമാരയ്ക്കപ്പുറത്ത് 2 ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നത് അയാൾ കണ്ടു. അതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് ചീറ്റുന്ന ഒച്ച അയാൾ കേട്ടു. നല്ലപോലെ കുടിച്ചിരുന്നതിനാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്കും മനസ്സിലായില്ല. എന്തോ പന്തുകേടുണ്ടെന്ന് മാത്രം തോന്നി. ആരാണിതെല്ലാം ചെയ്തത്? ആരാണ് 2 ഗ്യാസ് സിലിണ്ടറുകൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ചത്? എന്തിനു വേണ്ടി? ഗ്യാസ് തുറന്നു വിടേണ്ട കാര്യമെന്ത്? ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നതിനിടയിൽ അയാൾ ചെന്ന് ഒരു സിലിണ്ടർ ഓഫ് ചെയ്തു. പെട്ടെന്ന് പിന്നിൽ വാതിലടയുന്ന ഒച്ച കേട്ടു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. വിജി, നീ പോയില്ലേ? ഇല്ല. വിജി ചിരിച്ചു. ഈ ഗ്യാസ് സിലിണ്ടറുകൾ ആര് കൊണ്ടുവന്ന് വെച്ചു ഇവിടെ? ഞാൻ. എന്തിന്? നമുക്ക് തീ കായാൻ. അവൾ പിന്നെയും ചിരിച്ചു. നോക്ക ഔസേപ്പച്ച, ഈ മുറി നിറച്ചും കുക്കിംഗ് ഗ്യാസാണ്. ഡ്രസ്സിംഗ് റൂമിലെ അലമാരയ്ക്ക് പിന്നിൽ ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ തുറന്നതേയുള്ളൂ. ഇത് കണ്ടോ? അവൾ കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ കൊച്ചുകുട്ടിയുടെ ഉന്മാദത്തോടെ ഒരു സിഗരറ്റ് ലൈറ്റർ നീട്ടി കാണിച്ചു. ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. പിന്നെ ഔസേപ്പച്ചനില്ല, ഞാനില്ല, ഈ മാളിക വീടുമില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഔസേപ്പച്ചൻ്റെ ലഹരി മുഴുവൻ ആവിയായി. അയാളുടെ ഷർട്ട് വിയർപ്പിൽ കുതിർന്നു. വിജി, നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഔസേപ്പച്ചന് ഭ്രാന്തുണ്ടോ? വിജി ചിരിച്ചു. അവളുടെ പല്ലുകളിൽ മരണത്തിൻ്റെ തിളക്കം ഔസേപ്പച്ചൻ കണ്ടു. വിജി, നീ ആ ലൈറ്റർ മാറ്റി വെക്ക്. അയാൾ മുന്നോട്ടൊരു ചുവട് വെച്ചു. അടുത്ത് വരരുത്. 1 സെക്കൻഡ് മതി ഔസേപ്പച്ചനും. ഔസേപ്പച്ചൻ കെട്ടിപ്പൊക്കിയതും എരിഞ്ഞു തീരാൻ. ഔസേപ്പച്ചൻ നടുങ്ങി തരിച്ചു നിന്നു. അയാൾ ഒരു രക്ഷാമാർഗം തേടി 4 പാടും നോക്കി. മുറിയുടെ ഒരേയൊരു വാതിലിന് മുമ്പിലാണ് വിജി നിലയുറപ്പിച്ചിരിക്കുന്നത്. വെന്റിലേഷനുകളിലെല്ലാം തുണി തിരികെ വെച്ച് അടച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ്റെ കണ്ണിൽപ്പെട്ടു. ജനൽ തുറന്നാൽ ഗ്യാസ് പുറത്തേക്ക് പൊയ്ക്കൊള്ളുമെന്ന് കണ്ട് അയാൾ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. തുറക്കരുത് ഔസേപ്പച്ച, അതിനല്ല ഞാൻ ഭദ്രമായി അടച്ചിരിക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടുന്നു വിജി. സാരമില്ല, അല്പനേരത്തേക്കല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും സംഭാഷണം നീട്ടിക്കൊണ്ടു പോകണമെന്നും എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ചാടി വീണ് അവളുടെ തലയടിച്ച് പൊളിച്ചിട്ടായാലും രക്ഷപ്പെടണമെന്നും കണക്ക് കൂട്ടി ഔസേപ്പച്ചൻ കരുതലോടെ നിന്നു. നീ എന്തിനാ വിജി ഇതെല്ലാം മുറിയിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്നേ? മേശവലിപ്പുകളും കടലാസുകളും ഡയറിയും പാസ്ബുക്കുകളും മറ്റും മുറിയിൽ ചിതറിക്കിടക്കുന്നത് നോക്കി ഔസേപ്പച്ചൻ ചോദിച്ചു. പെർഫ്യൂം കുപ്പികൾ പൊട്ടിച്ചിട്ടിരിക്കുന്നത് ഔസേപ്പച്ചന് ഗ്യാസിൻ്റെ മണം പെട്ടെന്ന് കിട്ടാതിരിക്കാനാ. ചിരിയോടെ വിജി പറഞ്ഞു. മേശവലിപ്പും സാധനങ്ങളും വലിച്ചു വാരി തറയിലും ബെഡിലും ഇട്ടത് ഔസേപ്പച്ചൻ്റെ ശ്രദ്ധ തിരിക്കാനും ഔസേപ്പച്ചൻ മുറിയിൽ കയറി എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ടേ പോകാവൂ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു.
എന്താ വിജി നിന്റെ ഉദ്ദേശം? അതു പറ. ആദ്യം ആ ലൈറ്റർ മാറ്റി വെക്ക്, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഇനി എന്ത് സംസാരിക്കാൻ? ഔസേപ്പച്ചന് പറയാനുള്ളതെല്ലാം ഇന്ന് സന്ധ്യയ്ക്ക് പറഞ്ഞു തീർന്നതല്ലേ. എൻ്റെ കഴുത്തിലെ താലി പോലും വലിച്ചു പൊട്ടിച്ച ഔസേപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടു. അതൊക്കെ ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് ചെയ്തു പോയതാ വിജി. ഞാൻ നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ബോധമില്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഞാൻ സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഔസേപ്പച്ചനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ചതിയനല്ലേ ഔസേപ്പച്ചൻ. ആത്മാർത്ഥ സ്നേഹിതനായിരുന്ന പായിപ്പാട്ട് വിന്നിച്ചനെ ചതിച്ച് കൊലയാളിയാക്കി മരണശിക്ഷ വരെ വിധിച്ചവനല്ലേ. കൂടെ നിന്ന പള്ളിത്താഴത്ത് സെബാസ്റ്റിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവനല്ലേ. പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട് വിജി. ഇനി അതൊന്നും ഞാൻ ആവർത്തിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. അപ്പോൾ വിന്നിച്ചൻ്റെ കാര്യമോ? അവൻ്റെ വസ്തുവകളെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ജൂലിയുടെ ജീവൻ ഔസേപ്പച്ചൻ ഉമിനീരിറക്കി. അതും തിരിച്ചു കൊടുത്തേക്കാമോ ഔസേപ്പച്ച? അതിന് ഞാൻ എന്തു പാപപരിഹാരം വേണമെങ്കിലും ചെയ്യാം വിജി. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും പണമുണ്ടാക്കിയത്, ഇക്കണ്ട സ്വത്തെല്ലാം വാരിക്കൂട്ടിയത്. സമാധാനത്തോടെ അത് അനുഭവിക്കാൻ എനിക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. നീ അത് ആർക്കും ഇല്ലാതാക്കി കളയരുത്. നമുക്ക് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാം. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ശരി, നമുക്കിതിന് ഒരു സാക്ഷി വേണ്ടേ? നമുക്കൊരു സാക്ഷിയെ വിളിക്കാം. നീ പറയുന്നയാളെ വിളിച്ചുകൊണ്ട് വരാം. വാതിൽ തുറക്ക്. പുറത്തു പോയി ആരെയും വിളിക്കേണ്ട ഔസേപ്പച്ച, ഫോണിൽ വിളിച്ചാൽ മതി. ഞാനൊരു നമ്പർ തരാം, ഔസേപ്പച്ചൻ വിളിക്ക്. ഔസേപ്പച്ചൻ റിസീവർ വിജിയുടെ നേർക്ക് നീട്ടി. വേണ്ട, ഔസേപ്പച്ചൻ സംസാരിച്ചാൽ മതി. ഔസേപ്പച്ചൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ഔസേപ്പച്ചൻ പാലിക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ എണ്ണി പറ. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. ഔസേപ്പച്ചൻ അനുസരിച്ചു. സീമയെ അയാൾക്ക് ലൈനിൽ കിട്ടി. ഹലോ, സീമ ജോൺസ് അല്ലേ? ഇത് ഞാനാ, ഔസേപ്പച്ചനാ. വീട്ടിൽ നിന്ന് വിളിക്കുക, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. വിജി പറഞ്ഞിട്ടാ വിളിക്കുന്നേ. അതെ, എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ ഒരു കമൻട്രി കൊടുക്കുക ഔസേപ്പച്ച, വിജി വരണ്ട ചിരിയോടെ പറഞ്ഞു. എന്നെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. എന്നിട്ട് 2 സിലിണ്ടർ തുറന്നു വെച്ച് മുറി നിറച്ചും കുക്കിംഗ് ഗ്യാസ് നിറച്ചിരിക്കുക. ഒരു ലൈറ്ററും കയ്യിൽ പിടിച്ചുകൊണ്ടാ അവളുടെ നിൽപ്പ്. അതെ, ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു. നല്ലവനായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞു. വിന്നിച്ചന് അർഹതപ്പെട്ട സ്വത്തും പണവുമെല്ലാം തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു. സെബാൻ വാങ്ങിയ 8 ലക്ഷം രൂപയും പലിശയും കൊടുത്തേക്കാമെന്നും സമ്മതിച്ചു. ആരെയും ഇനി ദ്രോഹിക്കില്ലെന്ന് വാക്കുകൊടുത്തു. വിജയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് സത്യം ചെയ്തു. എന്നിട്ടും അവൾക്ക് വിശ്വാസം വരുന്നില്ല. ലൈറ്ററും പിടിച്ചുകൊണ്ട് നിൽക്കുക. അവൾ ആ ലൈറ്റർ തെളിച്ചാൽ ഈ വീട് പോലും ബാക്കി കാണില്ല. സീമ വിജിയോടൊന്ന് സംസാരിക്കണേ, കൊടുക്കാം. ഔസേപ്പച്ചൻ വിജിയുടെ നേർക്ക് റിസീവർ നീട്ടി. സീമയ്ക്ക് സംസാരിക്കണമെന്ന്. റിസീവർ മേശപ്പുറത്ത് വെച്ചിട്ട് ഔസേപ്പച്ചൻ ആ ഭിത്തിയോട് ചേർന്ന് നിൽക്ക്. ഔസേപ്പച്ചൻ അനുസരിച്ചു. അടച്ച സിലിണ്ടറിൻ്റെ വാൽവ് തുറന്നു വിട്ടേക്ക്. വേണ്ട വിജി, ഔസേപ്പച്ചൻ പേടിയോടെ പറഞ്ഞു. വിജി ലൈറ്റർ നീട്ടിപ്പിടിച്ചു. വലതുകൈയുടെ തള്ളവിരൽ ലൈറ്ററിൻ്റെ ബട്ടണ് മീതെ വെച്ചു. അരുത്, ഞാൻ ചെയ്യാം. ഔസേപ്പച്ചൻ വേഗം സിലിണ്ടറിൻ്റെ വാൽവ് തുറന്നു. വിജി മുന്നോട്ട് നീങ്ങി റിസീവർ എടുത്തു. ഹലോ, ഞാനാണ് വിജി. എന്താ വിജി ഇതൊക്കെ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇവിടെയോ? ഒരു ഹാസ്യ ഭീകര ദുരന്ത നാടകത്തിൻ്റെ ക്ലൈമാക്സ്. എന്നിട്ട് വിജി പൊട്ടിച്ചിരിച്ചു. വിജി, സീമയുടെ അന്താളിച്ച ശബ്ദം തെല്ലുയർന്നു കേട്ടു. അബദ്ധമൊന്നും കാണിക്കല്ലേ വിജി? ഇല്ല സീമേ, ഇതുവരെ കാണിച്ച അബദ്ധങ്ങളൊന്നും ഇനി ഞാൻ കാണിക്കില്ല. വീണ്ടും വിജി ചിരിച്ചു. വിജി, പ്രതികാരം ചെയ്യേണ്ടത് നമ്മളല്ല. ഒരുപക്ഷെ ഔസേപ്പച്ചൻ്റെ മനസ്സ് മാറിയേക്കാം. മാറാനോ? ഇന്ന് സന്ധ്യയ്ക്ക് ഔസേപ്പച്ചൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് സീമയ്ക്ക് അറിയാമോ? എല്ലാ കേസുകളിൽ നിന്നും തലയൂരി പോരുമെന്ന്. വിന്നിച്ചനോടും കുടുംബത്തോടും സീമയോടും പ്രതികാരം ചെയ്യുമെന്ന്. എൻ്റെ താലി പൊട്ടിച്ച് എന്നെ പിരിച്ചു വിടുകയും ചെയ്തു. അല്ലെങ്കിലും ഈ വിധി ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാ. നടപ്പാക്കേണ്ട ദിവസം മാത്രമേ നിശ്ചയിക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ ചെകുത്താൻ ഭൂമിയിൽ ഇനി ജീവനോടെ ഇരിക്കണോ? വിജി പ്ലീസ്, ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. വിന്നിച്ചനോടും പറയണം, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് വിന്നിച്ചനെ ഓർത്താണെന്ന്. ബൈ. വിജി റിസീവർ വെച്ചിട്ട് ഔസേപ്പച്ചനെ നോക്കി. പേടിച്ചരണ്ട എലിയെ പോലെ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിജി അയാളെ നോക്കി പുഞ്ചിരി തൂകി. സീമ പറയുന്നു ഔസേപ്പച്ചനെ വെറുതെ വിടണമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിജി, എനിക്കൊന്നും വേണ്ട. എൻ്റെ ജീവൻ മാത്രം തിരിച്ചു തന്നാൽ മതി. എനിക്കും ഒന്നും വേണ്ട. ഔസേപ്പച്ചൻ്റെ ജീവൻ മാത്രം മതി. വിജി, അയാൾ അവളുടെ നേർക്ക് കൈകൂപ്പി. ആ സേഫ് തുറക്ക്. വിജി ലൈറ്റർ നീട്ടി കാണിച്ചു. ഔസേപ്പച്ചൻ താക്കോലെടുത്ത് വിറയ്ക്കുന്ന കൈകളാൽ സേഫ് തുറന്നു. അതിനകത്തുള്ളതെല്ലാം വലിച്ച് വെളിയിലിട്. ഔസേപ്പച്ചൻ അനുസരിച്ചു. വിന്നിച്ചൻ്റെ പ്രോപ്പർട്ടിയുടെ
ലയബിലിറ്റിയുടെ ഡോക്യുമെൻറ്റ്സ് എവിടെ? ഔസേപ്പച്ചൻ ഫയലുകൾക്കിടയിൽ നിന്ന് പ്രോമിസറി നോട്ടുകളും മറ്റ് കടപ്പത്രങ്ങളും തപ്പി തിരഞ്ഞെടുത്തു. ഇതാണ്, മേശപ്പുറത്ത് വയ്ക്ക്. അയാൾ അത് മേശപ്പുറത്ത് വെച്ചു. പുറകോട്ട് മാറി നിൽക്ക്. അയാൾ മാറി നിന്നു. വിജി അവ ഓരോന്നായി എടുത്ത് പരിശോധിച്ചു. അതിനുശേഷം മേശപ്പുറത്ത് തന്നെ വെച്ചു. ഇത് കത്തിച്ച് കളഞ്ഞേക്കട്ടെ. ഇവിടെ വെച്ച് കത്തിക്കരുത്. വെളിയിൽ കൊണ്ടുപോയി എന്തു വേണമെങ്കിൽ ചെയ്തോ. എൻ്റെ മനസ്സ് മാറുന്നില്ലല്ലോ ഔസേപ്പച്ച. വിജി, അയാൾ നിലത്ത് മുട്ടുകുത്തി. വിറയ്ക്കുന്ന കരങ്ങൾ അവളുടെ നേർക്ക് കൂപ്പി. ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എല്ലാ തെറ്റുകളും ഞാൻ തിരുത്താം. എന്നെ മാത്രമാണോ ഔസേപ്പച്ചൻ ദ്രോഹിച്ചത്? വിന്നിച്ചനെ ചതിച്ചില്ലേ? ജൂലിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചത് ഔസേപ്പച്ചനല്ലേ? നാഗരാജനെ കൊലപ്പെടുത്തിയില്ലേ? അയാളുടെ പെങ്ങളുടെ ജീവിതം തകർത്തില്ലേ? പള്ളിത്താഴത്ത് സെബാനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? റോസ്മേരിയെ കൊന്നതും ഔസേപ്പച്ചൻ തന്നെയല്ലേ? എന്നിട്ടും യാതൊരു പശ്ചാത്താപവുമില്ലാതെ വീണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാനും പ്രതികാരം ചെയ്യാനും പലരുടെയും ജീവിതം തകർക്കാനും പ്ലാനിടുകയല്ലേ ഔസേപ്പച്ചൻ ചെയ്തത്? ഔസേപ്പച്ചൻ ചെറുപ്പമാണ്. എന്നിട്ടും ഇതിനകം എന്തെല്ലാം പാതകങ്ങൾ ചെയ്തു കൂട്ടി. ഔസേപ്പച്ചൻ ഇനിയും ജീവിച്ചിരുന്നാൽ ആരെയെല്ലാം ചതിക്കും, ആരെയെല്ലാം വഞ്ചിക്കും, എത്ര പേരുടെ ജീവിതം നശിപ്പിക്കും, ആരുടെയെല്ലാം സ്വപ്നങ്ങൾ തകർക്കും. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയൊരു മനുഷ്യൻ, ഇങ്ങനെയൊരു മൃഗം, ഇങ്ങനെയൊരു ചെകുത്താൻ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കാത്തതല്ലേ ഔസേപ്പച്ച നല്ലത്? ഔസേപ്പച്ചനെ കൊണ്ട് ഇനി ആവശ്യം ഭൂമിക്കല്ല, നരകത്തിനാണ്. വിജി ലൈറ്ററിൻ്റെ ബട്ടണിൽ തള്ളവിരൽ പതുക്കെ അമർത്തി. ഔസേപ്പച്ചൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ പൊട്ടിയൊഴുകി. നായയെപ്പോലെ മൂങ്ങിക്കരഞ്ഞുകൊണ്ട് അയാൾ ജീവന് വേണ്ടി യാചിച്ചു. വിജി, എന്നെ കൊല്ലരുത്, കൊല്ലരുത്. എല്ലാ തെറ്റും ഞാൻ തിരുത്താം. എല്ലാവരോടും ക്ഷമ ചോദിക്കാം. മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള പശ്ചാത്താപമല്ല ഔസേപ്പച്ച. മരണത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടുള്ള തിരുത്തലുമല്ല. ഔസേപ്പച്ചൻ്റെ മുഖം മുറുകി. ഒരു നിമിഷം. കഴിവരുടെ മോളെ അലറിക്കൊണ്ട് കാട്ടുനായയെപ്പോലെ അയാൾ വിജിയുടെ നേർക്ക് കുതിച്ചു ചാടി. ഒരു നിമിഷാർത്ഥം വിജിയുടെ തള്ളവിരൽ ലൈറ്ററിൻ്റെ ബട്ടണിൽ അമർന്നു. മുറിക്കുള്ളിൽ ഒരു ഇടിമിന്നൽ. അത്യുഗ്രമായ സ്ഫോടന ശബ്ദത്തിൽ മുളങ്കര ടൗൺ വിറകൊണ്ടു. സുഷുപ്തിയിലായിരുന്ന മുളങ്കര നിവാസികൾ ഞെട്ടി ഉണർന്നു. മുളങ്കര ബസ് സ്റ്റാൻഡ്. കോട്ടയത്തു നിന്നുള്ള ബസ് വന്നു നിന്നു. ആളുകൾ ഇറങ്ങി തുടങ്ങി. ആനിയുടെ മോനെയും കൊണ്ട് ജസ്റ്റിൻ ഇറങ്ങി. സൂസമ്മയെ ആനി കൈപിടിച്ചിറക്കി. ഏറ്റവും ഒടുവിൽ വിൻസെൻ്റ് ഇറങ്ങി. ബസ് സ്റ്റാൻഡ് മുതൽ മുളങ്കര ടൗണിൻ്റെ വാലറ്റമായ മീൻചന്ത വരെ സന്ദേശവാഹകർ തലങ്ങും വിലങ്ങും പാഞ്ഞു. അറിഞ്ഞില്ലേ, പായിപ്പാട്ട് വിൻസെൻ്റ് വരുന്നുണ്ട്, നമ്മുടെ വിന്നിച്ചൻ തിരിച്ചു വരുന്നുണ്ട്, ആ വരവൊന്ന് കാണണം. കടകളിലുണ്ടായിരുന്നവരും സമീപവാസികളും തെരുവിൻ്റെ ഇരുവശങ്ങളിലുമായി നിരന്നു. വിൻസെൻ്റ് ആനിയെയും കുട്ടിയെയും ജസ്റ്റിനെയും സൂസമ്മയെയും കൂട്ടി തെരുവോരത്ത് കൂടി സാവധാനം നടന്നു പോയിക്കൊണ്ടിരുന്നു. പൂക്കടയുടെ മുന്നിലെത്തിയപ്പോൾ ആരോ ഓടിച്ചെന്ന് ഒരു പൂമാല എടുത്തുകൊണ്ടുവന്ന് വിൻസെൻറ്റിൻ്റെ കഴുത്തിലിട്ടു. എവിടുന്നോ ഒരു കയ്യടിയച്ചി ഉണ്ടായോ? തുടർന്ന് തെരുവിൻ്റെ ദൂരം മുഴുവൻ അങ്ങോളം ഇങ്ങോളം കരഘോഷം പടർന്നു പിടിച്ചു. അതിനൊരു താളമുണ്ടായി. 1 2 1 2 താളാത്മകമായി അലയടിച്ചു കൊണ്ടിരുന്ന കരഘോഷത്തിൻ്റെ നടുവിലൂടെ വിൻസെൻറ്റും കുടുംബവും സാവധാനം നടന്നു പോയിക്കൊണ്ടിരുന്നു. വിൻസെൻ്റ് തുവാലയെടുത്ത് ഇടയ്ക്കിടെ തൻ്റെ നിറകണ്ണുകൾ ഒപ്പുന്നുണ്ടായിരുന്നു. സെമിത്തേരി. കല്ലറകളിലും മാർബിൾ സ്ലാബുകളിലും ഉണങ്ങിയ റീത്തുകളും പൂച്ചെണ്ടുകളും കരിഞ്ഞ പൂക്കളും ഇളം വെയിലേറ്റ് കിടന്നു. ആനിയാണ് വിൻസെൻറ്റിനെ ജൂലിയെ അടക്കിയ സ്ഥലം കാണിച്ചു കൊടുത്തത്. കോൺക്രീറ്റ് സ്ലാബിന് മീതെ ഏതാനും കരിയിലുകൾ കിടപ്പുണ്ടായിരുന്നു. ആനി അത് പെറുക്കി മാറ്റിയപ്പോൾ ഗ്രൗട്ടിനു മീതെ ആരോ വിരൽ കൊണ്ട് എഴുതി വെച്ച ജൂനി ഡാനിയൽ എന്ന പേരും ജനനമരണ തീയതികളും തെളിഞ്ഞു വന്നു. ആ പേരിന് മീതെ പൂക്കളർപ്പിച്ചിട്ട് വിൻസെൻ്റ് പ്രാർത്ഥനയോടെ കണ്ണുകളടച്ചു. ജീവിതത്തിൻ്റെ വസന്തത്തിൽ തന്നെ ഈ ലോകം വിട്ടുപോയ തൻ്റെ അനുജത്തിയെക്കുറിച്ചുള്ള ഓർമ്മയും അവളുടെ ആത്മാവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും വിൻസെൻറ്റിൻ്റെ ഹൃദയത്തിൽ ഒരു തേങ്ങൽ ഉണർത്തി. കാലത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ നിന്ന് കൊഞ്ചിയുള്ള ചിരിയും വിളിയച്ചയും അയാൾ കേട്ടു. വിന്നിച്ചായ. ശവകുടീരങ്ങൾക്കു മീതെ കൂടി ഒരു കരിയിലക്കാറ്റ് ചുറ്റിക്കറങ്ങി. സ്ലാബിൻ്റെ മൂലയിൽ തങ്ങി നിന്ന ഒരു കടലാസ് പൂവിതളുമായി അത് വന്ന് വിൻസെൻറ്റിൻ്റെ പാദത്തിൽ തൊട്ടു. ഒരാത്മാവിൻ്റെ ദുർബല സാന്ത്വനം പോലെ. വിജിയെ അടക്കിയ കല്ലറയ്ക്ക് മുന്നിലും വിൻസെൻ്റ് ചെന്ന് നിന്നു. അതിനു മീതെ റീത്തുകളുടെയും വാടിയ പൂക്കളുടെയും ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. എന്തെല്ലാമോ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. വിന്നിയോട് പറയണം, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് വിന്നിച്ചനെ ഓർത്താണെന്ന്. അവൻ്റെ കണ്ണുകളിൽ ഒരു കണ്ണുനീർ തുള്ളി കിടന്ന് തിളച്ചുകൊണ്ടിരുന്നു. ഉച്ചതിരിഞ്ഞ നേരത്ത് പായിപ്പാട്ട് വീടിൻ്റെ മുറ്റത്ത് ഒരു ടാക്സിക്കാർ വന്നു നിന്നു. വിൻസെൻ്റ് വാതിൽ തുറന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് വന്നു.
കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് അവൻ അത്ഭുത പരവശനായി. സീമ, ജോഷി, ഷാനി, മാതാപിതാക്കൾ. അവൻ അത്യാഹ്ലാദത്തോടെ വന്ന് അവരെ സ്വീകരിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. തൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി. സ്വീകരണ സൽക്കാരങ്ങൾക്ക് ശേഷം അവർ ഒന്നിച്ചു കൂടിയിരുന്ന ഭാവി പരിപാടികളെപ്പറ്റി സംസാരിച്ചു. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് സെലക്ഷൻ കിട്ടിയിരുന്ന കാര്യം വിൻസെൻ്റ് ജോഷിയോട് പറഞ്ഞു. എൻ്റെ കാര്യം പരിഗണിക്കാമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. കേസ് മാറിയതോടെ എൻ്റെ എലിജിബിലിറ്റി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കും. എൻക്വയറി എല്ലാം കഴിഞ്ഞു. ഇനി പേപ്പേഴ്സ് നീങ്ങിയാൽ മതി, വിൻസെൻ്റ് പറഞ്ഞു. അല്ലെങ്കിലും വിൻസെൻറ്റിന് പറ്റിയ പ്രൊഫഷൻ പോലീസ് ഉദ്യോഗം തന്നെയാണ്, ജോഷി ജോൺസ് ചെറുചിരിയോടെ പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങൾ? ജോൺസ് ചോദിച്ചു. ഒക്കെ ശരിയായി വരുന്നു. പിന്നെ മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് മെഷീനറി എനിക്കെതിരെ മിസ്യൂസ് ചെയ്തുവെന്ന് കാണിച്ച്. ന്യായമായും എനിക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടതാണ്, വിൻസെൻ്റ് പറഞ്ഞു. സീമയുടെ കയ്യിൽ കുറച്ച് പണം ഇരിപ്പുണ്ട്. അത് തരാനും കൂടി വേണ്ടിയാ ഞങ്ങൾ വന്നത്. TV ചാനലിന് വീഡിയോ റൈറ്റ്സ് കൈമാറിയ വഴി കിട്ടിയ പണമാണത്. വിൻസെൻ്റ് അത് സ്വീകരിക്കണം, ജോഷി അഭ്യർത്ഥിച്ചു. സീമ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് വാങ്ങാൻ എനിക്ക് അർഹതയുണ്ടോ? അത് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. വേണമെങ്കിൽ പങ്കിട്ടെടുത്തുകൊള്ളുക. എന്തായാലും എനിക്കതിലൊരു ഷെയർ വേണ്ട, ജോഷി ചിരിയോടെ പറഞ്ഞു. നാഗരാജിൻ്റെ സഹോദരിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിന്നെ സീമയ്ക്ക് തന്നെ ഞാൻ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, വിൻസെൻ്റ് പറഞ്ഞു. അത് തിരിച്ചു കൊടുക്കുന്നോ അതോ ബാക്കി കൂടി കണക്ക് പറഞ്ഞ് വാങ്ങുന്നോ? ജോഷി പെട്ടെന്ന് വിഷയത്തിലേക്ക് വന്നു. വിൻസെൻറ്റിൻ്റെ മുഖം തുടുത്തു. അക്കാര്യം കൂടി തീരുമാനിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകാൻ. ഇന്ന് പോകാനോ? അതേതായാലും വേണ്ട, ഞാൻ സമ്മതിക്കില്ല. വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ അതിഥികളാണ് നിങ്ങൾ, വിൻസെൻ്റ് പറഞ്ഞു. ആരും അതിന് മറുപടി പറഞ്ഞില്ല. രാത്രി അത്താഴത്തിന് ശേഷം ജോഷിയും ആനിയും സൂസമ്മയും ജോൺസും പൂമുഖത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. സീമ വന്ന് നോക്കിയപ്പോൾ വിൻസെൻറ്റിനെ കണ്ടില്ല. അവൾ കോണിപ്പടി കയറി ടെറസിലെത്തി. ടെറസിൻ്റെ പാരപ്പെറ്റിൽ കൈ ഊന്നി വിദൂര ചക്രവാളത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയായിരുന്നു വിൻസെൻ്റ്. അവൾ പാരപ്പറ്റിലിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും വിൻസെൻ്റ് ഒന്നും സംസാരിച്ചില്ല. സീമ പരിഭവത്തോടെ ചോദിച്ചു, വില്ലിച്ചായനൊന്നും പറയാനില്ലേ? എന്തു പറയാൻ? എന്താ ഇത്ര വലിയ ആലോചന? ഓരോന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം സംഭവങ്ങൾ, എവിടെയെല്ലാം ഞാൻ സഞ്ചരിച്ചു. കോയമ്പത്തൂർ, ഉപ്രഹള്ളി, ജയ്പൂർ, കോട്ടാഡാം, ഡോബിയാക്കി ഖാൻ. എനിക്കിപ്പോൾ അതിശയം തോന്നുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ ഞാൻ നീണ്ടു പോയൊരു സ്വപ്നം കണ്ടു ഉണർന്നതാണോ? സീമയിൽ നിന്ന് ഉത്തരമുണ്ടായില്ല. വിൻസെൻ്റ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അല്പം കഴിഞ്ഞ് സീമ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോളാമായിരുന്നു. ഇതിപ്പോൾ ഒരു ലീവും പോയി. വിൻസെൻ്റ് നിവർന്നു. എന്തു പറ്റി പെട്ടെന്നിത്ര ഡിപ്രസ്ഡ് ആവാൻ? വിന്നിച്ചായനിപ്പോൾ എന്നോട് സ്നേഹമില്ലാത്ത പോലെ. എന്നാര് പറഞ്ഞു? അങ്ങനെയാ പെരുമാറ്റം. മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല വിന്നിച്ചായൻ. കടിച്ചു തിന്നാനുള്ള സ്നേഹമായിരുന്നു എന്നോട്. വിന്നിച്ചായൻ്റെ കണ്ണുകളിൽ എനിക്കത് കാണാമായിരുന്നു, തീ ആളുന്ന പോലെ. ഇപ്പോൾ ഒരു തണുപ്പമട്ട്. വിൻസെൻ്റ് പുഞ്ചിരിച്ചു. അപ്പോഴെനിക്ക് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അനാഥനായിരുന്നു, ആലംബമില്ലാത്തവനായിരുന്നു, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലയാളിയായിരുന്നു. എൻ്റെ മുമ്പിൽ ജീവിതമില്ലായിരുന്നു. നീയായിരുന്നു എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എൻ്റെ എല്ലാം. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായി. എനിക്ക് അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, വരാൻ പോകുന്ന അമ്മായിയപ്പനും അമ്മായിയമ്മയും അളിയനുമുണ്ട്. എൻ്റെ മുമ്പിൽ ജീവിതമുണ്ട്, പ്രതീക്ഷകളുണ്ട്, സകലതുമുണ്ട്. അതോടെ ഞാൻ അന്യയായി അല്ലേ? വിൻസെൻ്റ് അവളുടെ മുൻപിൽ ചെന്ന് നിന്നു. അവളുടെ തോളിൽ കൈവച്ചു. പിന്നെ പതുക്കെ അവളുടെ കവിളത്ത് തലോടി അളകങ്ങൾ ഒതുക്കി വെച്ചു. വേണ്ട, കള്ളസ്നേഹം. അവൾ പരിഭവത്തിൽ മുഖം കുനിച്ചു. അവൻ അവളുടെ മുഖം ബലം പിടിച്ചുയർത്തി പതുക്കെ ആശ്ലേഷത്തിൽ മുറുക്കി നിർത്തി. ഇതൊക്കെയുണ്ടെങ്കിലും ഇപ്പോഴും നീയാണെൻ്റെ അച്ചുതണ്ട്. നമ്മളിനി ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? എല്ലാ സ്നേഹവും കൂടി ഒന്നിച്ച് വാരിക്കോരി തന്ന് ദൂർത്തടിച്ച് തീർത്താൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അർപ്പിച്ചു. അവൾ നല്ലപോലെ ഇണങ്ങിയ പൂച്ചക്കുട്ടിയെപ്പോലെ അവനിലേക്ക് പറ്റിച്ചേർന്ന് കണ്ണുകളടച്ച് നിന്നു. ഇടയ്ക്കൊരു തവണ അവൾ മിഴികൾ തുറന്നു നോക്കി. ആകാശം, നിലാവ്, നക്ഷത്രങ്ങൾ, പിന്നെ ഹൃദയം പാടുന്നതുപോലൊരു നിർവൃതിയും. അവൻ വീണ്ടും അവളുടെ മിഴികളെ ഉമ്മ വെച്ചടച്ചു കളഞ്ഞു. നോവൽ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.